അല്ലാഹുവേ ഞങ്ങളെ എല്ലാമായ പ്രിയപ്പെട്ട പുന്നാര ഉമ്മച്ചി മരണപ്പെട്ടു പോയി ഖബറില. കഴിഞ്ഞ റമദാനിൽ ഞങ്ങളെ ഉമ്മ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. ഈ റമദാനിൽ ഞങ്ങളെ കൂടെ ഉമ്മയില്ല. കഴിഞ്ഞ റമദാനിൽ ഉപ്പ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. ഈ റമദാനിൽ ഞങ്ങളെ പ്രിയപ്പെട്ട പുന്നാര ഉപ്പച്ചി ഞങ്ങളെ കൂടെ ഇല്ല. കഴിഞ്ഞ റമദാനിൽ ഞങ്ങളെ ഭാര്യ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ റമദാനിൽ ഞങ്ങളെ ഭർത്താവ് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. ഈ വിശുദ്ധ റമദാനിൽ എന്റെ ഭർത്താവ് എന്റെ കൂടെയില്ല അല്ലാ, എന്റെ ഉമ്മ എന്റെ കൂടെയില്ല അല്ലാ. പടച്ചവനെ ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മാക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, താലോലം താരാട്ട് മധുരിക്കുള്ളൊരു പാട്ട്. ഉമ്മാനെ മറക്കല്ലേ, നോവും കൊടുക്കല്ലേ, ഇരുലോകം കളയല്ലേ, നരകം നീ തേടല്ലേ. കാൽപാദം സുവർഗമെന്ന് നബിയോരും പറഞ്ഞതല്ലേ. ജന്നാത്തിൽ വാഴിയാതെന്ന് വെല്ലാരം കല്ലാമനമല്ലേ. ഉപ്പാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, താലോലം താരാട്ട് മധുരിക്കുള്ളൊരു പാട്ട്. ഉപ്പാനെ മറക്കല്ലേ, നോവു കൊടുക്കല്ലേ, ഇരുലോകം കളയല്ലേ, നരകം നീ തേടല്ലേ. മാറത്ത് ചേർത്ത് കിടത്തി മധുരോ പകർന്നില്ലേ, അമ്മിഞ്ഞ പാലിൽ മധുരം ഇന്നും ഒരു കുളിരല്ലേ. മാറത്ത് ചേർത്ത് കിടത്തി മധുരോ പകർന്നില്ലേ, അമ്മിഞ്ഞ പാനിൻ മധുരം ഇന്നും ഒരു കുളിരല്ലേ. ചെറുപ്രായം തൊട്ടെന്നെ പോറ്റി വളർത്തിയിലേ, കരയുന്ന നേരത്ത് മിഴിനീരും മാറ്റിയിലേ. ചെറുപ്രായം തൊട്ടെന്നെ പോറ്റി വളർത്തിയിലേ, കരയുന്ന നേരത്ത് മിഴിനീരും മാറ്റിയിലേ. തേങ്ങുമ്പോൾ പൊന്നുമ്മ നൽകുന്നു മണിമുത്തോ, അന്നേരം എന്നുള്ളിൽ അകലുള്ള ഹൃദമത്തോ. ഉമ്മാന്റെ അകമിനിയോ തോരാതെ മധു ചൊരിയോ, ഉമ്മാന്റെ പുഞ്ചിരിയോ ഓർക്കുമ്പോൾ മിഴി നിറയോ. ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, താലോലം താരാട്ട് മധുരിക്കുള്ളൊരു പാട്ട്.
ഉപ്പാനെ മറക്കല്ല, നോവോ കൊടുക്കല്ല, ഇരുലോകം കളയല്ല, സ്വർഗം നീ നരകം നീ തേടല്ല, കറയില്ല സ്നേഹം പകത്ത് തിന്നോ അല്ല കടലോളോ, നബിയോരെ കിസ്സ പറഞ്ഞ് രാവിൽ ഉറങ്ങോളോ, കറയില്ല സ്നേഹം പകത്ത് തിന്നോ അല്ല കടലോളോ, നബിയോരെ കിസ്സ പറഞ്ഞ് രാവിൽ ഉറങ്ങോളോ, ഉണരുമ്പോൾ മുത്തം തന്ന് കവിളിൽ മതി വരുവോളോ, ഓത്തിനായി പറഞ്ഞയച്ചു കാത്തോ ഞാൻ അണയോളോ, ഉണരുമ്പോൾ മുത്തം തന്ന് കവിളിൽ മതി വരുവോളോ, ഓത്തിനായി പറഞ്ഞയച്ചു കാത്തോ ഞാൻ അളയോളോ, ആ കാലം ഇനി വരുമോ വിധി എന്നിൽ ഏകിടുമോ, ഉമ്മാക്കൊരു തണലാകാൻ നാദാനി തുണ തരുമോ, ആ കാലം ഇനി വരുമോ വിധി എന്നിൽ ഏകിടുമോ, ഉമ്മാക്കൊരു തണലാകാൻ നാദാനി തുണ തരുമോ, ആ കാലം ഇനി വരുമോ വിധി എന്നിൽ ഏകിടുമോ, ഉപ്പാക്കൊരു തണലാകാൻ നാദാനി തുണ തരുമോ, ആ കാലം ഇനി വരുമോ വിധി എന്നിൽ ചെന്നിടുമോ, ഉമ്മാക്കൊരു തണലാകാൻ നാദാനി തുണ തരുമോ, കാൽപാദം സോബറകമെന്ന് നബിയാരും മൊഴിഞ്ഞതല്ലേ, ജന്നാത്തിൽ വാഴിയാതെന്ന് വെള്ളാരം കല്ലാമനമല്ലേ, ഉമ്മാനെ മറക്കല്ല, നോവോ കൊടുക്കല്ല, ഇരുലോകം കളയല്ല, നരകം നീ തേടല്ല, ബാപ്പാനെ മറക്കല്ല, നോവോ കൊടുക്കല്ല, ഇരുലോകം കളയല്ല, നരകം നീ തേടല്ല, ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, താലോലം താരാട്ട് മധുരിക്കൊള്ളൊരു പാട്ട്, ഉപ്പാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, താലോലം താരാട്ട് മധുരിക്കൊള്ളൊരു പാട്ട്. പടച്ചവനെ ഞങ്ങളെ ഉമ്മാക്ക് ഉപ്പാക്ക് ആഫിയത്തോടെ ദീർഘായുസ്സിനെ കൊടുക്കണേ അല്ലാ, ആഫിയത്തോടെ ദീർഘായുസ്സിനെ കൊടുക്കണേ അല്ലാ. എല്ലാരും ആമീൻ പറയേ. പടച്ച റബ്ബേ, ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട മാപ്പ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മച്ചി, പുന്നാര പാപ്പച്ചി, പടച്ചവനെ ഞങ്ങളെ ഉമ്മാക്കും ഉപ്പാക്കും ജീവിച്ചിരിക്കുന്നവരുടെ രോഗങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവരുടെ രോഗങ്ങളെല്ലാം മാറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട പുന്നാര വലിയുമ്മ, ഞങ്ങൾ പ്രിയപ്പെട്ട പുന്നാര വലിയുപ്പ പലരും രോഗികളാണ് റബ്ബേ. അല്ലാഹുവേ ആരോഗ്യം കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ റഹ്മാനേ. ഓലെ ഞങ്ങളുടെ ജീവിതത്തിലെ വിജയമാണ് അല്ലാ, അവര് ഞങ്ങളുടെ ജീവിതത്തിന്റെ നിദാനമാണ് അല്ലാ. പടച്ചവനെ, ഉമ്മയില്ലാത്ത വീട് അവർക്ക് മാത്രമേ അറിയുള്ളൂ, ബാപ്പയില്ലാത്ത വീട് അവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. റബ്ബേ, ഞങ്ങളെ പുന്നാര ഉമ്മ കബറിലാ, പാവപ്പെട്ട എന്റെ പുന്നാര ഉമ്മയടക്കോ ഈ റമളാനിലാവ് കാണുന്ന കേൾക്കുന്ന ലക്ഷക്കണക്കിന് സഹോദര സഹോദരിമാരുടെ പ്രിയപ്പെട്ട ഉമ്മമാര് പലരോ കബറിലാണ് അല്ലാ, ഉപ്പമാര് പലരോ കബറിലാണ് അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളെ ഉമ്മാക്ക് നീ സ്വർഗം നൽകണേ, ഞങ്ങളെ ഉപ്പാക്ക് നീ സ്വർഗം നൽകണേ. ഈ വിശുദ്ധ റമളാനിന്റെ വെള്ളിയാഴ്ച ദിവസത്തിലെ ലക്ഷക്കണക്കിന് ദിക്റുകൾ ഞങ്ങളെ ചൊല്ലി ചോദിക്കുന്നു അല്ലാ. റമളാനിലാവിന്റെ മജ്ലിസിലെ ഉപ്പാനെ കുറിച്ച് പറയുമ്പോ ഈ വിശുദ്ധമായ റമളാനിൽ ഞങ്ങളെ ചോദിക്കുകയാണ്, ഈ പുണ്യമായ റമളാനിന്റെ രണ്ടാമത്തെ പത്തിലെ കഴിഞ്ഞ റമളാനിൽ ഞങ്ങളെ ഉമ്മയുണ്ടായിരുന്നു അല്ലാ, കഴിഞ്ഞ റമളാനിൽ ഞങ്ങളെ ബാപ്പയുണ്ടായിരുന്നു റബ്ബേ. പടച്ചോനെ, പലരും ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ മരിച്ചു കിടക്കുന്നവരുണ്ട്, ഞങ്ങളെ നാട്ടിലെ പള്ളിപ്പറമ്പിലെ മരിച്ചു കിടക്കുന്നവരുണ്ട്. അവരെ കബറിലാണ്, അവരെ കബറിലാ, അവരെ കബറിലാ. ഞങ്ങൾ ഈ നിലയിലെത്തിയത് അവരെ കൊണ്ടാണ് റബ്ബേ, ഞങ്ങൾക്ക് നീ തന്നതല്ല, ഞങ്ങളെ ഉമ്മാനെ കൊണ്ടാണ് അല്ലാ, ഞങ്ങൾക്ക് നീ തന്നതല്ല, ഞങ്ങളെ ഉപ്പാനെ കൊണ്ടാണ് അല്ലാ. ഉമ്മയിലല്ലാതെ ബാപ്പയിലല്ലാതെ ഈ ദുനിയാവിൽ നിന്ന് ഒന്നും നീ തന്നിട്ടില്ല റബ്ബേ, ഞങ്ങളെ ഉമ്മാനെ കൊണ്ട് ഉപ്പാനെ കൊണ്ട് മാത്രമാണ് റബ്ബേ. പടച്ചവനെ, ഞങ്ങൾക്ക് മറക്കാൻ പറ്റൂല, ഒരു ദിവസം പോലെ മഴക്ക ഫാത്തിഹ ഓതാതെ ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിയൂല റബ്ബേ. ഞങ്ങളെ ഉമ്മാന്റെ ഖബറിന് സ്വർഗത്തിൽ പൂന്തോപ്പാക്കണേ അല്ലാ, ഞങ്ങളെ ഉപ്പാന്റെ ഖബറിന് സ്വർഗത്തിൽ പൂന്തോപ്പാക്കണേ അല്ലാ. അവരെ ഒരിക്കലും നീ ശിക്ഷിക്കല്ലേ റബ്ബേ, ആ ഖബർ ഒരിക്കലും നീ അദാബിലാക്കല്ലേ അല്ലാ. ആ ഖബറിൽ എന്നും എല്ലാ രാവിലോ പകലിലോ ഈമാനിന്റെ പ്രകാശം നൽകണേ അല്ലാ. മക്കളാകുന്ന ഞങ്ങൾ ചെയ്യുന്ന എല്ലാ നന്മകളും ഞങ്ങളെ ഉമ്മാക്ക് കൊടുക്കണേ അല്ലാ, ഞങ്ങളെ ഉപ്പാക്ക് കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ ഉമ്മ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ ബാപ്പ, അത് ഞങ്ങളെ ജീവിതത്തിന്റെ ഒരു ഭാഗ്യമാണ് റബ്ബേ. റമളാനിലാവ് കേൾക്കുന്ന ചെറുപ്പക്കാരാ, റമളാനിലാവ് കേൾക്കുന്ന പെങ്ങളെ, നിങ്ങളെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ നിങ്ങളെ വീട്ടിലുണ്ടോ മോളെ? നിങ്ങളെ ബാപ്പ നിങ്ങളെ വീട്ടിലുണ്ടോ മോളെ? നിങ്ങളെ ഉമ്മയും ബാപ്പയും നിങ്ങളെ വീട്ടിലുണ്ടോ ചെറുപ്പക്കാരാ? പടച്ച റബ്ബ് നിങ്ങൾക്ക് നല്ല ഭാഗ്യമാണ്, അല്ലാഹു നിങ്ങൾക്ക് നല്ല ഭാഗ്യമാണ്, അല്ലാഹു നിങ്ങൾക്ക് നല്ല ഭാഗ്യമാ. ചെറുപ്പക്കാരാ, നിങ്ങളെ ഉമ്മ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടോ? നിങ്ങളെ ബാപ്പയും ജീവിച്ചിരിക്കുന്നുണ്ടോ? അത് നിങ്ങളെ ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ, അത് നിങ്ങളെ ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹു അവർക്ക് ആഫിയത്തോടെ ദീർഘായുസ്സുള്ള കൊടുക്കട്ടെ. പടച്ചവനെ, ഞങ്ങൾക്ക് ആരോഗ്യം തരണേ അല്ലാ. ഞങ്ങളെ ഉമ്മാക്കും ബാപ്പാക്കും ആഫിയത്തോടെ ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ. എല്ലാവരും മരണപ്പെട്ടു പോയ ഉമ്മാക്കും ബാപ്പാക്കും വലിയുമ്മാക്കും വലിയുപ്പാക്കും ഈ പവിത്രമായ മജ്ലിസിൽ നിന്ന് ഒരു ഫാത്തിഹ ഓതിയേ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഒറ്റക്കല്ല ഓതുന്നത്, നിങ്ങളെ ഒറ്റക്കല്ല ഓതുന്നത്. ഈ ഇന്ത്യ രാജ്യത്തിന്റെ അകത്തും പുറത്തും ഇരുന്ന് ലക്ഷക്കണക്കിന് ആളുകൾ റമളാനിലാവിന്റെ മജ്ലിസിൽ ഇരുന്ന് ഫാത്തിഹ ഓതുകയാണ്. എല്ലാവരും മരണപ്പെട്ട ഉമ്മാക്കും ഉപ്പാക്കും അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ റബ്ബി ഗ്ഫിർ ലി ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മരിച്ചുപോയവരുടെ പേരിൽ ഫാത്തിഹ ഹദിയ ചെയ്യാം. അല്ലാഹു വരെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അല്ലാഹു വരെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. രണ്ട് പ്രധാനപ്പെട്ട വിഷയം ഞാൻ ഇവിടെ പറയും. ഒന്ന്, ഇപ്പൊ ഉപയോഗപ്പെടുത്താൻ പറ്റിയത് ജീവിച്ചിരിക്കുന്ന ഉമ്മയുടെയും ബാപ്പയുടെയും മക്കൾക്കാണ്. ജീവിച്ചിരിക്കുന്ന ഉമ്മയുടെയും ബാപ്പയുടെയും മക്കൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരു കാര്യം. മരണപ്പെട്ടു പോയ ഉമ്മാനും ബാപ്പാനും എന്നെ പോലെ മരണപ്പെട്ടു പോയ ഉമ്മയുണ്ടോ? മരിച്ചുപോയവരുടെ മക്കൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയൊരു കാര്യം വിശുദ്ധമായ റമളാൻ. വിശുദ്ധമായ റമളാൻ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് ഒരു പ്രിയപ്പെട്ട സ്വഹാബി വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബേ, ഒരു പ്രാർത്ഥന എനിക്ക് തങ്ങൾ പറഞ്ഞു തരണം. ആ പ്രാർത്ഥന അല്ലാഹു തട്ടിക്കളയാത്ത ഒരു പ്രാർത്ഥന, അല്ലാഹു ഏറ്റവും വലിയ ഇജാബത്ത് നൽകുന്ന ഒരു പ്രാർത്ഥന തങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി വന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് തിരിച്ചു ചോദിച്ചു, മോനെ, നിനക്ക് ഉമ്മയുണ്ടോ? നിനക്ക് ബാപ്പയുണ്ടോ? നിന്റെ ഉമ്മയും ബാപ്പയും ജീവിച്ചിരിക്കുന്നുണ്ടോ? ഉണ്ട് നബിയേ, എന്റെ ഉമ്മയും ബാപ്പയും എനിക്ക് ജീവിച്ചിരിക്കുന്നുണ്ട്. എങ്കിൽ അവരോട് പോയിട്ട് നിനക്ക് വേണ്ടി നീ ദുആ ചെയ്യാൻ പറയൂ. ആ പ്രാർത്ഥനയാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രാർത്ഥന, അല്ലാഹു തട്ടിക്കളയാത്ത പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥന എന്ന് മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരുടെ പ്രാർത്ഥന? ആരുടെ പ്രാർത്ഥന? അല്ലാഹു തട്ടിക്കളയാത്ത പ്രാർത്ഥനകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് മുഅ്മിനീങ്ങളെ നമ്മൾ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നബിയെ, ആ സ്വഹാബിയോട്, നിന്റെ ഉമ്മയും ബാപ്പയും വീട്ടിലുണ്ടോ? ഉണ്ട്. എങ്കിൽ അവരോട് ചെന്നിട്ട് നിനക്ക് വേണ്ടി ദുആരിക്കാൻ പറയും. ആ പ്രാർത്ഥന ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ദുആഉൽ വാലിദി ലിവലദിഹി, ഒരു ഉമ്മാന്റെ പ്രാർത്ഥന, ഒരു ഉപ്പാന്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥന അല്ലാഹുവിന്റെ മാലാഖമാര് ഒരിക്കലും തട്ടിക്കളയാതെ പടച്ച റബ്ബിലേക്ക് ആ പ്രാർത്ഥന എത്തിക്കുകയും ഒരു ടൈം പോലെ വേസ്റ്റ് ആവാതെ, ഒരു ടൈം പോലെ വൈകാതെ ആ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം കൊടുക്കുകയും ചെയ്യുന്നതാണ്. പഠിപ്പിക്കുന്നതാരാ? ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. ഈ ഒരു സൗഭാഗ്യം ഇപ്പൊ കിട്ടുന്നതാർക്കാ? ഈ ഒരു സൗഭാഗ്യം ഇപ്പൊ കിട്ടുന്നതാർക്കാ? ഉമ്മയില്ലാത്ത റമളാൻ എന്ന വിശുദ്ധമായ ഈ റമളാനിന്റെ വെള്ളിയാഴ്ച ദിവസം എന്റെ വാള് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നിങ്ങളെ പുന്നാര ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. നിങ്ങളെ പുന്നാര ബാപ്പ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതുപോലെ ഈ അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. പെങ്ങളെ, ഉമ്മയോട് നിരന്തരം നമ്മൾ പറയുക, ഉമ്മ, ഈ മോൾക്ക് വേണ്ടി ദുആരിക്കണം ട്ടോ. നമ്മൾ മറ്റൊരാളുടെ ഉമ്മയായിരിക്കാം, നമ്മൾ മറ്റൊരു കുട്ടിയുടെ ബാപ്പയായിരിക്കാം. പക്ഷേ എന്റെ വാള് കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നിങ്ങളെ വീട്ടില് നിങ്ങളെ ഉമ്മയുണ്ടോ? നിങ്ങളെ വീട്ടില് നിങ്ങളെ ബാപ്പയുണ്ടോ? ദുആഉൽ വാലിദി ലിവലദിഹി, നിങ്ങളെ ഉമ്മാനോട് നിങ്ങളൊന്ന് ദുആരിക്കാൻ പറഞ്ഞാ
നിങ്ങളെ ഉപ്പാനോട് നിങ്ങളൊന്ന് ദ്വാരക്കാൻ പറഞ്ഞാൽ ആ പറയുന്നത് പോലെ വിവാദത്താണെന്ന് സ്വഹാബത്തിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ നെഞ്ചത്തെ കൈവച്ചൊന്ന് ആലോചിക്കാം. പടച്ചവനെ, എത്ര വയസ്സായി എനിക്ക് മക്കളായി, എനിക്ക് പേരമക്കളായി. ഇന്ന് വരെ ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ ഉമ്മാനോട് ഒരിക്കലെങ്കിലും ഉമ്മ എനിക്ക് ദ്വാരക്കണട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ആലോചിക്കുക. നിങ്ങൾ സ്വന്തം ആലോചിച്ചാൽ മതി. നിങ്ങളെ ഉപ്പയോട് ഉപ്പ എനിക്കൊന്ന് ദ്വാരക്കണട്ടോ എന്ന് നമ്മൾ ആരെങ്കിലും ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് പറയണം ചെറുപ്പക്കാരാ, അത് പറയണം പെങ്ങളെ. ഉമ്മയോടും ഉപ്പയോടും ഇടക്കിടക്ക് പറയണം, ഉമ്മ എനിക്ക് ദ്വാരക്കണട്ടോ, ഉപ്പ എനിക്ക് ദ്വാരക്കണട്ടോ. കാരണം എന്താ? ഒരു തടസ്സങ്ങളുമില്ലാതെ ഒരു വെയിറ്റിംഗും ഇല്ലാതെ പടച്ചു തമ്പുരാൻ അന്ത സ്പോട്ടിൽ ഹിജാബത്ത് നൽകുന്ന ചില പ്രത്യേക പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനയിൽ നിന്ന് ഒന്ന് ഹേദാ ദുആഉൽ വാലിദീനി വലദിഹി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥനയാണ്. മുത്തുനബി പറയാണ്, മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ് സ്വഹാബ. അത് പടച്ച റബ്ബ് ഒരിക്കലും തട്ടിക്കളയൂല. ഒരു ഉമ്മയുടെ പ്രാർത്ഥന, ഒരു അമ്മയുടെ പ്രാർത്ഥന, ഒരു ഉപ്പാന്റെ പ്രാർത്ഥന, ഒരു അച്ഛന്റെ പ്രാർത്ഥന മക്കളെ ജീവിതത്തിൽ മാറ്റം വരാൻ ഏറ്റവും കൂടുതൽ കാരണമാണ് മദീനയുടെ നായകർ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങളെ മക്കളെ ഒരിക്കലും നിങ്ങൾ ശാപമാക്ക് പറയാൻ പാടില്ല. നിങ്ങളെ മക്കളെ ഒരിക്കലും നിങ്ങൾ ശാപമാക്ക് തമാശക്കാണെങ്കിലും പറയാൻ പാടില്ല. പറഞ്ഞാൽ എന്താണ്? അത് അല്ലാഹു ഉത്തരം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് അവിടുള്ള സ്വഹാബത്തിനോട് പറയുന്ന സ്വഹാബ, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരട്ടെ സ്വഹാബ, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരട്ടെ സ്വഹാബ. നിങ്ങളെ നോട്ടം കൊണ്ട് പടച്ചറപ്പിന്റെ പ്രതിഫലം ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ നോക്കിയിരുന്നാല് ആ നോട്ടത്തിന് പോലെ അല്ലാഹു പ്രതിഫലം തരുന്ന 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെ സ്വഹാബ. ആ 3 വസ്തുക്കളിലേക്ക് നിങ്ങൾ വെറുതെ തന്നെ നോക്കി നിന്നാൽ മതി സ്വഹാബത്തെ. ഇനി പറയാൻ പോകുന്ന 3 പ്രധാനപ്പെട്ട വസ്തുക്കള്, ആ 3 പ്രധാനപ്പെട്ട വസ്തുക്കളിലേക്ക് ഒരാൾ വെറുതെ തന്നെ നോക്കിയിരുന്നാൽ പോലും അവർക്ക് അല്ലാഹു പ്രതിഫലം കൊടുക്കുമെന്ന് നൂറേ നബി മുഹമ്മദ് മുസ്തഫ. ഏതാണ് നബിയെ, ഏതാണ് തങ്ങളെ? ആ 3 പ്രധാനപ്പെട്ട വസ്തുക്കൾ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു കൊടുക്കുകയാ. അതിൽ നിന്ന് ഒന്നാമത്തേതാ? പരിശുദ്ധമായ കഅബയാ. പവിത്രമായ പരിശുദ്ധമായ കഅബ ശരീഫ് ഉണ്ടല്ലോ, ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് ലക്ഷക്കണക്കിന് വിശ്വാസികളെ ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ പവിത്രമായ പുണ്യഭൂമിയിലെത്തി പരിശുദ്ധമായ ഹറമിലെ കഅബയിലെത്തി തവാഫ് ചെയ്യുമ്പോ എന്റെ പെങ്ങളെ കണ്ടിട്ടില്ലേ പരിശുദ്ധമായ കഅബ? നിങ്ങളെ വീടിന്റെ സിറ്റ് ഔട്ടിലെ മുൻഭാഗത്ത് നല്ല ലൈറ്റുകൾ വെച്ച് മനോഹരമായി അലങ്കരിച്ച് അല്ലാഹുവേ ചില്ലിന്റെ ഗ്ലാസിന്റെ ഉള്ളിലാക്കി അലങ്കരിച്ച് വെച്ച കഅബയുടെ ഫോട്ടോയുണ്ടല്ലോ. ആ പവിത്രമായ പരിശുദ്ധമായ കഅബ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളെ കാണാൻ ആഗ്രഹിക്കുന്ന കഅബ, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന കഅബ. ആ കഅബാലയത്തിന്റെ പരിസരത്ത് പോലെ കഅബയിലേക്ക് വെറുതെ നോക്കി നിൽക്കുന്നത് പോലെ പുണ്യമാണ്. കഅബാലയത്തിലേക്ക് വെറുതെ നോക്കി നിൽക്കുന്നത് പോലെ പുണ്യമാണ്. പടച്ചവനെ, രണ്ടാമതൊരു വസ്തുവുണ്ട്. ഏതാണ്? അത് പരിശുദ്ധമായ ഖുർആനാണ് സ്വഹാബ. വിശുദ്ധ ഖുർആനിലേക്ക് നോക്കി നിൽക്കുന്നത് പോലെ പുണ്യമുള്ള കാര്യമാണ് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആനിലേക്ക്. ഓതാൻ അറിയാത്തവരെ ഖുർആനിലേക്ക് നോക്കി നിൽക്കുന്നത് പോലും പുണ്യമാണ്, നോക്കി നിൽക്കുന്നത് പോലും പുണ്യമുള്ള കാര്യമാണ്. ആരംഭ റസൂലേ നബി മുഹമ്മദ് മുസ്തഫ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഇനി മൂന്നാമത്തേതാ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, അത് നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളാണ് സ്വഹാബ, നിന്റെ പുന്നാര ഉമ്മയാണ് മോനെ, നിന്റെ പുന്നാര ബാപ്പയാണ് മോനെ, നിന്റെ ഉമ്മാന്റെ മുഖമാണ് സ്വഹാബ, നിന്റെ ഉപ്പാന്റെ മുഖമാണ് സ്വഹാബ. നിന്റെ ഉമ്മയുടെ മുഖത്തേക്ക് നീ വെറുതെ നോക്കുന്നത് മൂലം പടച്ച റബ്ബ് നിനക്ക് വലിയ പ്രതിഫലം തരുമെന്ന, നിന്റെ ഉപ്പാന്റെ മുഖത്തേക്ക് നിങ്ങൾ വെറുതെ നോക്കുന്നത് മൂലം പടച്ച റബ്ബ് നിങ്ങൾക്ക് വലിയ പ്രതിഫലം തരുമെന്ന. എന്റെ പുതിയ കാലത്തുള്ള പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെ മനസ്സിന്റെ അകത്തേക്ക് സ്നേഹത്തോടെ 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 ഞാൻ പറയാ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ ഉപ്പാന്റെ മുഖത്തേക്ക് വെറുതെ വന്ന് നോക്കി നിൽക്കുന്നത് പോലും പടച്ച റബ്ബ് പുണ്യം തരുമെന്ന് മുത്തുനബി പഠിപ്പിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ആ ഉമ്മാന്റെ മുഖം നമുക്ക് സ്നേഹത്തോടെ മനസ്സിൽ വരട്ടെ. എന്നേ നമുക്ക് ഉമ്മാനോട് വെറുപ്പ് തുടങ്ങിയത്, എന്നേ നമുക്ക് ബാപ്പാനോട് വെറുപ്പ് തുടങ്ങിയത്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് കരുതിയാൽ, എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെന്ന് കരുതിയാൽ ഉമ്മാന് നമുക്ക് ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റോ, ബാപ്പാന് നമുക്ക് ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റോ, അവരില്ലാത്ത ഒരു വീട്ടിൽ നമുക്ക് മാറി താമസിക്കാൻ പറ്റോ, അവരില്ലാതെ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മ നമ്മളെ പരിപാലിച്ചത് എങ്ങനാ, നമ്മുടെ ബാപ്പ നമ്മളെ പരിപാലിച്ചത് എങ്ങനാ, നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് എത്രയാ. അതുകൊണ്ടല്ലേ അല്ലാഹു മുത്തുനബിയോട് പറഞ്ഞത്, നബിയേ നിങ്ങളെ ഉമ്മത്ത് ആരെങ്കിലും എന്റെ ഇഷ്ടം ആഗ്രഹിക്കുന്നുണ്ടോ നബിയേ, എന്റെ ഇഷ്ടം ആഗ്രഹിക്കുന്നുണ്ടോ നബിയേ, അല്ലാഹുവിന്റെ ഇഷ്ടം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? എന്റെ റമളാൻ നിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, യജമാനനായ പടച്ച റബ്ബിന്റെ ഇഷ്ടം വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങളോട് മുത്തുനബി പറയാ, അല്ലാഹുവിന്റെ ഇഷ്ടം വേങ്ങണമെന്ന് ആഗ്രഹമുള്ളവരാരാ? മുത്തുനബിയുടെ ഇഷ്ടം അവരെ വേങ്ങട്ടെ. മുത്തുനബിയുടെ ഇഷ്ടം കിട്ടിയവർക്ക് അല്ലാഹുവിന്റെ ഇഷ്ടം കിട്ടിയെന്ന, മുത്തുനബിയുടെ പൊരുത്തം കിട്ടിയവർക്ക് അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടിയെന്ന. വീണ്ടും പറയുകയാണ്, നിങ്ങളെ പരിപാലിച്ച് പോറ്റി വളർത്തിയ വേദനയോടെ പ്രസവിച്ച നിങ്ങളെ ഉമ്മ, ഉമ്മാന്റെ ഇഷ്ടം കിട്ടിയ മക്കളാരാ? ഉമ്മയെയും നിങ്ങളെയും പൊന്നുപോലെ 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 വളർത്തിയ നിങ്ങളെ വീട്ടിലെ തണൽ മരമായ പ്രിയപ്പെട്ട ബാപ്പ, ആ ബാപ്പാനെ പലപ്പോഴും നമ്മൾ അവോയ്ഡ് ചെയ്യുകയാ, ആ ബാപ്പാനെ പലപ്പോഴും നമ്മൾ കാണാതെ പോവുകയാണ്, ആ ബാപ്പയുടെ മഹത്വം പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പ, അവരുടെ രണ്ടുപേരുടെ ഇഷ്ടം ഒരാൾക്ക് ലഭിച്ചിട്ടുണ്ടോ? എഴുതി വച്ചോ ചെറുപ്പക്കാരാ, എഴുതി വച്ചോ പെങ്ങളെ, നിങ്ങൾ ഉമ്മയുടെയും ബാപ്പയുടെയും ഇഷ്ടം അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? അസ്റാഇലിന്റെ മുന്നിലല്ലാതെ ഒരു ഉമ്മ പറ്റ ആൺകുട്ടിയുടെ മുന്നിലും അല്ലാഹു നിങ്ങളെ തലതാഴ്ത്തൂല്ല. ഒരാളെ മുമ്പിലും നിങ്ങൾ പരാജയപ്പെടേണ്ടി വരൂല്ല, ഒരാളെ മുമ്പിലും നിങ്ങളെ തകരൂല, ഒരാളെ മുമ്പിലും നിങ്ങളെ തകരൂല. നിങ്ങൾ ആര് തന്നെ തകർക്കാൻ ശ്രമിച്ചാൽ ആൺകുട്ടിയോ പോലെ പിടിച്ചു നിൽക്കാൻ ചെറുപ്പക്കാരാ. ആര് എന്ന് എന്ത് പറഞ്ഞാലും തളരൂല മോനെ, തളരൂല മോളെ. ഉമ്മാന്റെ ഇഷ്ടം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? പാപ്പാന്റെ ഇഷ്ടം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഉമ്മയാണ് എല്ലാം, ബാപ്പയാണ് എല്ലാം എന്ന് നമ്മളെ മറന്നു പോവല്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ ഇഷ്ടം ലഭിച്ച, ഭാഗ്യം ലഭിച്ച വിവാഹമാരാ? ഉമ്മാന്റെ ഉപ്പാന്റെ പ്രാർത്ഥന ലഭിച്ചവരാണ് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ചൊല്ലി സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇനി നമ്മൾ ആലോചിക്കാം, എനിക്ക് ആ ഭാഗ്യമുണ്ടോ, എനിക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? ഇന്ന് മുതൽ എന്നും നമ്മളെ ഉമ്മാനെ കൊണ്ട് ഉപ്പാനെ കൊണ്ട് ദ്വാരിപ്പിക്കണം. ഇന്ന് മുതൽ നമ്മൾ ദ്വാരിപ്പിക്കണം. അതെങ്ങനെ? നിങ്ങളെ ഇഷ്ടം പോലെ ഉമ്മ ഞാൻ പോവാട്ടോ, എനിക്ക് ദ്വാരിക്കണം, കൈപിടിച്ച് മുസാഫത്ത് ചെയ്ത് മുത്തം കൊടുത്ത്. ആരുടെ കൈ പിടിച്ചിട്ടാ നിങ്ങൾ മുസാഫത്ത് ചെയ്യുന്നത്? നിങ്ങളെ സ്വർഗം നിങ്ങളെ വീട്ടിലുണ്ട്. നിങ്ങളെ സ്വർഗം നിങ്ങളെ വീട്ടിലുണ്ട്. അത് ഇപ്പൊ ഉള്ളവര് അത് ഉപയോഗപ്പെടുത്തുക, ഉള്ളവര് നല്ലതുപോലെ ഉപയോഗപ്പെടുത്താൻ. ഞാനൊക്കെ എന്നെ പോലെയുള്ള ആളുകളൊക്കെ ഇപ്പോഴും സങ്കടത്തിലായിരിക്കും, ഇപ്പോഴും ടെൻഷനിലായിരിക്കും. കാരണം എന്താ? നമുക്ക് പക്വത വെച്ച് ബുദ്ധി വെച്ച് ഉമ്മാനെ നോക്കാനുള്ള പ്രായത്തി, ഉപ്പാനെ നോക്കാനുള്ള പ്രായത്തിയിട്ട് നമുക്ക് നോക്കാൻ ഉമ്മയും പാപ്പയും ഇല്ലെങ്കിൽ അതിന്റെ സങ്കടം, അതിന്റെ ടെൻഷന് എവിടെ കൊണ്ടിട്ടാ നമ്മൾ തീർക്കാ? കഴിയൂല. നമുക്ക് അല്ലാഹു പക്വത തന്ന്, സൗകര്യങ്ങൾ തന്ന്, വാഹനങ്ങൾ തന്ന്, പടച്ച റബ്ബ് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന്, ആ അനുഗ്രഹങ്ങളൊക്കെ തന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട ഉമ്മ നമ്മുടെ അടുത്തില്ല. അതുള്ളവര് നല്ലതുപോലെ ഉപയോഗപ്പെടുത്തി, നല്ലതുപോലെ എന്നും ദ്വാരിക്കാൻ പറയാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു. എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് പോകുമ്പോ ഉമ്മാക്ക് സലാം കൊടുത്ത് കൈ പിടിച്ച് മുസാഫത്ത് ചെയ്തിട്ടാ പോവാണ്. ഞാൻ എന്റെ ഉമ്മാനോട് ഉപ്പാനോട് ഇടക്കിടക്ക് പറയാറുണ്ട്, ഉമ്മച്ചി എനിക്ക് ദ്വാരിക്കണം കേട്ടോ, ഉപ്പ എനിക്ക് ദ്വാരിക്കണം കേട്ടോ, ഇടക്കിടക്ക് പറയാറുണ്ട്. ഇടക്കിടക്ക് തലയിൽ കൈവച്ചിട്ട് ഒരുപാട് തവണ ഞാൻ മന്ത്രിപ്പിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ മന്ത്രിപ്പിക്കാം. ഒരു രോഗം വരുമ്പോ ഉമ്മ നമുക്കൊന്ന് ദ്വാരുന്നെന്നാണ്, എനിക്കൊന്ന് മന്ത്രിച്ചെന്നാണ് ഇടക്കിടക്ക് നമ്മൾ പറയാം. ഉമ്മാക്ക് നല്ലതുപോലെ ഖിദ്മത്തെടുക്കുക, ബാപ്പാക്ക് നല്ലതുപോലെ ഖിദ്മത്തെടുക്കുക, അച്ഛന് അമ്മക്ക് നല്ലതുപോലെ നമ്മൾ സേവനം ചെയ്യുക. ഈ പ്രോഗ്രാം കേൾക്കുന്ന അമുസ്ലിമീങ്ങളായ ഹൈന്ദവ സഹോദര സഹോദരിമാരുണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഇന്നും എനിക്ക് മെസ്സേജ് അയച്ചവരുണ്ട്. അവരോടും കൂടി സ്നേഹത്തോടെ പറയാണ്, നിങ്ങൾ അമ്മക്ക് നിങ്ങൾ നല്ലതുപോലെ സേവനം ചെയ്തുകൊള്ളി, നിങ്ങൾ അച്ഛനെ നിങ്ങൾ നല്ലതുപോലെ സേവനം ചെയ്തോളി. അള്ളാഹുവിന്റെ കരുണക്കടാക്ഷം നിങ്ങളിൽ ഇറങ്ങും. ഒരു സംശയവും വേണ്ട. അത് ഈ ദുനിയാവിൽ നിന്ന് തന്നെ അള്ളാഹു നമുക്ക് തരും. അതേ ദുനിയാവിൽ നിന്ന് തന്നെ അള്ളാഹു നമുക്ക് തരും. ഇപ്പൊ നമുക്ക് ആലോചിക്കാൻ പറ്റിയ ടൈമാണ് വിശുദ്ധ റമദാൻ. നിങ്ങൾ ആലോചിക്കുക, കഴിഞ്ഞ റമദാനില് നമ്മളെ ഉമ്മ കൂടെ ഉണ്ടായിരുന്നു അല്ലേ? ഈ റമദാനില് ഉമ്മയും പാപ്പയും ഉള്ളവര് വലിയ ഭാഗ്യവാന്മാരാണ്. അള്ളാഹുവേ അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാ. ഉമ്മയും പാപ്പയും മരിച്ചവരാരൊക്കെയാ? ഒന്ന് കമന്റ് ചെയ്ത് കാണി. ഉമ്മയും പാപ്പയുണ്ടോ? മരിച്ചു പോയിട്ടുണ്ടോ? ഒരു മിനിറ്റ് ഞാനൊന്ന് നോക്കട്ടെ. ഏറ്റവും കൂടുതൽ മരിച്ചുപോയവര് ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തുന്നുണ്ട്. അല്ലാഹുവേ ഞങ്ങളെ ഉമ്മാക്കും ബാപ്പക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ ഉമ്മാക്കും ബാപ്പാക്കും ആഫിയത്തോടെ നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആഫിയത്തോടെ നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആഫിയത്തോടെ നീ ദീർഘായുസ് കൊടുക്കണേ റഹ്മാൻ. നിങ്ങളൊക്കെ കമന്റ് ഒക്കെ ഒരുപാട് ആളുകൾ ഉമ്മയും ബാപ്പയും മരിച്ചുപോയവരാണ്. അല്ലാഹുവേ നീ അവർക്ക് സ്വർഗം കൊടുക്കണമല്ലാ. നീ അവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. ഉമ്മാനെ ബാപ്പാനെ നല്ലതുപോലെ സ്നേഹിക്കുന്ന മക്കൾക്ക് അല്ലാഹു 3 പ്രതിഫലങ്ങൾ നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എഴുതി വെക്കണം 3 പ്രതിഫലം. ആ 3 പ്രതിഫലങ്ങൾ ഏതാണ് എന്ന്, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വാദ കഴിയുമ്പോഴേക്ക് ഞാനത് പറഞ്ഞു തരാം. നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മയെ നിങ്ങളൊന്ന് മനസ്സിലാക്കി കൊണ്ടുവരിക. നിങ്ങളെ എല്ലാവരുടെ മനസ്സിലും നിങ്ങളെ ഉമ്മാന്റെ ഒപ്പന്റെ മുഖം നിങ്ങളെ മനസ്സിൽ കൊണ്ടുവരിക. ആരായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ എന്ന് നമ്മളെ മനസ്സിലാക്കണം. അല്ലാഹുവേ വിശുദ്ധമായ റമദാനിൽ നമ്മുടെ ഉമ്മയുണ്ടായിരുന്നുവെങ്കിൽ എന്ന് പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടല്ലോ. ഓരോ റമദാൻ വരുമ്പോഴും ഞാൻ ആഗ്രഹിക്കാറുണ്ട്, ഞങ്ങളെ ഉമ്മ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലാ.
ഞങ്ങളെ പുന്നാര ഉമ്മ ഞങ്ങളെ കൂടെയുണ്ടായിരുന്നുവെങ്കിൽ അല്ലാഹ് ഓരോ വിശുദ്ധ റമദാനെ കടന്നു വരുമ്പോ സുഫ്വാൻ സഖാഫി മനസ്സിന്റെ അകത്ത് ആലോചിക്കാനുണ്ട്, എന്റെ ഉമ്മയുണ്ടായിരുന്നുവെങ്കിലേ, എന്റെ ഉമ്മയുണ്ടായിരുന്നുവെങ്കിലേ. എപ്പോഴും മനസ്സിന്റെ അകത്ത് ആ നീറ്റിന് മാഞ്ഞിട്ടില്ല, മായുമെന്നും ഉറപ്പില്ല. അത് എന്റെ കാര്യം മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരുടെയും കാര്യം അങ്ങനെയായിരിക്കും. ഉമ്മ മരിച്ചാൽ, അതേ പ്രകാരം ബാപ്പ മരിച്ചാൽ അതിന്റെ സങ്കടം പിന്നെ തീരുന്നത് അത് മറക്കല്ലാതെ വേറെ നിർവാഹമില്ല. മനസ്സിൽ നിന്ന് മായൂല, മനസ്സിൽ നിന്ന് മായൂല, മനസ്സിൽ നിന്ന് മാഞ്ഞു പോകൂല. പ്രിയപ്പെട്ടവരെ, പടച്ചവനെ എപ്പോഴും നമ്മളെ ദ്വാരിക്കണം, അവർക്ക് എപ്പോഴും നമ്മളെ ദ്വാരിക്കാം. അല്ലാഹ് ഞങ്ങളെ ഉമ്മാക്കും ബാപ്പാക്കും ദീർഘായുസ് കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും നമ്മളെ ദ്വാരിക്കാം. അതല്ലാതെ മാർഗമില്ല. റൂഹേനി അകലും മുമ്പും മാനെ കണ്ട് മരിക്കണം, അല്ലെങ്കിൽ ഉമ്മാന്റെ കൂടെ മരിക്കണം. റൂഹേനി അകലും മുമ്പും പാനെ കണ്ട് മരിക്കണം, അല്ലെങ്കിൽ ഉപ്പാനെ കൂടെ മരിക്കണം. നമ്മളാ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആ പാടിയ പാട്ടിന്റെ ഗാനത്തിന്റെ അർത്ഥം എത്രത്തോളം മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി ആ വരികള് അല്ലേ? ഉമ്മാന്റെ എന്ന് പറഞ്ഞാൽ എന്താ? ഉമ്മാന്റെ ബാപ്പാന്റെ അവരോടുള്ള ആ ഒരു ഇഷ്ടത്തിന്റെ, അവരോടുള്ള ആ ഒരു സ്നേഹത്തിന്റെ, അവരോടുള്ള ആ ഒരു വലിയ മഹബത്തിന്റെ വരികളാണ് മനസ്സിന്റെ അകത്തേക്ക് ആഴ്ന്നിറങ്ങുന്നത്. കണ്ണീരോടെയല്ലാതെ അത് കേൾക്കാൻ കഴിയില്ല. കാരണം അത്രത്തോളം മനസ്സിലേക്ക് അങ്ങ് ലയിച്ചു പോയി ആ ഒരു ഗാനം. നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ഉമ്മ, നമ്മുടെ ബാപ്പ, അതാണ് നമ്മുടെ വിജയം. അതാണ്, അത് മാത്രമാണ് നമ്മുടെ വിജയം. പരിശുദ്ധമായ പുണ്യ റമദാൻ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഉമ്മ ഉണ്ടായിരുന്നുവെങ്കിൽ നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ വീട്ടിന്റെ അകത്ത് ഉണരുമായിരുന്നു. നമ്മളൊക്കെ തറാവി നിസ്കാരം കഴിഞ്ഞ് ക്ഷീണം കഴിഞ്ഞ് കിടന്നിറങ്ങുമ്പോഴെല്ലാം വീട്ടിന്റെ അകത്ത് അവസാനം കിടന്നുറങ്ങുന്നത് നമ്മുടെ ഉമ്മയാണ്. വീട്ടിലെ അടുക്കള ജോലിയെല്ലാം കഴിഞ്ഞ് മക്കളും മരുമക്കളും പേരമക്കളും കിടന്നിറങ്ങുമ്പോൾ പോലും നമ്മുടെ ഉമ്മ ഉറങ്ങൂല. നമ്മുടെ ഉമ്മ ഉറങ്ങാതെ റമദാനിന്റെ രാത്രികളിൽ ഉമ്മ വീട്ടിലെ ജോലി ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ ഉമ്മാന്റെ മുഖം നിങ്ങളെ മനസ്സിലേക്ക് വരട്ടെ. അല്ലാഹുവേ, പുലർച്ചക്ക് നമുക്ക് അത്താഴം കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ് നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി പിന്നെ ഉറങ്ങുന്നത് കുറച്ച് സമയമാണ്. കൂടുതൽ നേരമൊന്നും നമ്മുടെ ഉമ്മ ഉറങ്ങിയത് നമ്മൾ കണ്ടിട്ടില്ല, നമ്മുടെ ബാപ്പ ഉറങ്ങിയത് നമ്മൾ കണ്ടിട്ടില്ല. തറാവി നിസ്കാരം കഴിഞ്ഞ് കഞ്ഞി കുടിച്ചുകൊണ്ട് നമ്മൾ കിടന്നിറങ്ങുമ്പോ പോലും നമ്മുടെ പുന്നാര ഉമ്മ അടുക്കളയിലായിരിക്കും. പഴയ കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അത്താഴത്തിന് നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കണം, ഭക്ഷണം ചൂടാക്കണം, കറി ഉണ്ടാക്കണം. പടച്ച റബ്ബേ, ആ ഉമ്മാനെ ഉപ്പാനെ നമ്മൾ ഈ വിശുദ്ധമായ റമദാനിൽ മനസ്സിലേക്ക് നിങ്ങൾ ആലോചിച്ച് കൊണ്ടുവരിക. അങ്ങനെ ഉമ്മ സമയം വൈകിട്ടാണ് കിടന്നുറങ്ങാറുള്ളത്, ബാപ്പ സമയം വൈകിട്ടാ കിടന്നുറങ്ങാറുള്ളത്. നമ്മളൊക്കെ കിടന്നുറങ്ങുമ്പോ നമ്മുടെ ഉമ്മാക്ക് കൂട്ടിന് ആരാ? നമ്മുടെ പ്രിയപ്പെട്ട വാപ്പയായിരുന്നു. അല്ലാഹ്, ഒരു ദിവസം പനി വന്നാൽ പോലും ഉമ്മ നേരത്തെ ഉറങ്ങൂല. ഒരു ദിവസം അസുഖം വന്നാൽ പോലും ഉമ്മ നേരത്തെ ഉറങ്ങൂല. ഉമ്മാന്റെ ചിന്ത എന്താണ്? നാളെ നോമ്പ് നോൽക്കാൻ അത്താഴത്തിന് എന്റെ മക്കൾക്ക് ഭക്ഷണം വേണമല്ലോ, എന്റെ മക്കൾക്ക് കറി വേണമല്ലോ, അവർക്ക് ഭക്ഷണത്തിനുള്ള കൂട്ടാൻ വേണമല്ലോ. സാധാരണ രാവിലെയും ഉച്ചക്കും രാത്രിയും ഭക്ഷണം കഴിച്ച് ശീലമുള്ള നമ്മള് അത്താഴത്തിന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ നല്ല സുഭിക്ഷമായ ഭക്ഷണമില്ലെങ്കിൽ പലർക്കും അന്ന് ഭക്ഷണം നല്ലതുപോലെ ഇറങ്ങൂലായിരുന്നു. അത് മനസ്സിലാക്കിയ നമ്മുടെ ഉമ്മ, അത് മനസ്സിലാക്കിയ നമ്മുടെ ബാപ്പ സുഭിക്ഷമായ ഭക്ഷണങ്ങൾ ഒരുക്കുകയാണ്. അല്ലാഹുവേ, സുബഹിയുടെ മുന്നേ നമ്മളെ വിളിച്ചുണർത്തുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ. എത്ര തവണ ചെറുപ്പക്കാരാ നിങ്ങളെ ഉമ്മ നിങ്ങളെ നോമ്പിന്റെ ഭക്ഷണം കഴിക്കാൻ അത്താഴത്തിന് വിളിച്ചിരുത്തിയിട്ടുണ്ട് ചെറുപ്പക്കാരാ. പലപ്പോഴും നമ്മൾ
നമ്മളെ ഉമ്മാനെ ചീത്ത പറയൂലേ, കുറച്ചുകൂടി കഴിയട്ടെ ഉമ്മ, നിങ്ങളെ ഭക്ഷണം കഴിച്ചോളി ഉമ്മ, കുറച്ചുകൂടി ഞാൻ ഉറങ്ങട്ടെ ഉമ്മ എന്ന് പലപ്പോഴും നമ്മളെ പറഞ്ഞ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തിരിഞ്ഞു കിടന്നിട്ടില്ലേ? ഉമ്മ വന്ന് വിളിക്കുമ്പോ ചിലപ്പോ ദേശത്തോട് ഉമ്മാനോട് നിങ്ങളൊന്ന് പോ അവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ടില്ലേ? പടച്ചവരെ, എങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഉമ്മ നമ്മളില്ലാതെ അത്താഴത്തിന് ഭക്ഷണം കഴിക്കില്ലായിരുന്നു റബ്ബേ. നമ്മളെ ബാപ്പ നമുക്ക് അത്താഴത്തിന് നമ്മളില്ലാതെ ഭക്ഷണം കഴിക്കാറില്ലായിരുന്നു. ആ സമയമല്ല നമ്മളെ മറന്നു പോവാൻ പാടില്ല. കുഞ്ഞുനാളിലേക്ക് നിങ്ങളെ മൈൻഡിനെ നിങ്ങളൊന്ന് കൊണ്ടുപോയേ. നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത്താഴത്തിന്റെ സമയത്ത് തിരിഞ്ഞു കിടന്നാലും നമ്മുടെ ഉമ്മ നമ്മളെ മോനെ അത്താഴത്തിന്റെ സമയമായടാ, പാക കൊടുക്കാൻ 5 മിനിറ്റുള്ള മോനെ, ഉമ്മാന്റെ കുട്ടിയുള്ള ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങിക്കൂടെ, ബാപ്പന്റെ കുട്ടിയുള്ള ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങിക്കൂടെ എന്നൊക്കെ കൊഞ്ചാര വാക്കുകൾ പറഞ്ഞ് മനോഹരമായ ശൈലിയിൽ നമ്മളോട് ദേഷ്യപ്പെട്ടില്ല, നമ്മളോട് വഴക്ക് പറഞ്ഞില്ല, നമ്മളെ വടിയെടുത്ത് അടിച്ചില്ല. കാരണം ആ മനസ്സിന്റെ ഉള്ളിൽ സ്നേഹമാ, ആ മനസ്സിന്റെ ഉള്ളിൽ എന്റെ കുട്ടി എന്ന സ്നേഹമാണ്. പടച്ചറപ്പേ, അങ്ങനെ അത്താഴം കഴിച്ചതിന് ശേഷം സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മളെ കുറച്ചു നേരം ഖുർആൻ ഓതിയിട്ട് നമ്മൾ കിടന്നിറങ്ങുകയാ. പക്ഷേ അപ്പോഴും നിങ്ങളെ ഉമ്മാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളെ ബാപ്പാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളിരിക്കുന്ന വീട്ടിൽ ഒരു കാലത്ത് ഉമ്മയുണ്ടായിരുന്നുവല്ലോ. അത്താഴത്തിന്റെ ഭക്ഷണം കഴിച്ച് സുബഹി നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ ഓത്ത് കഴിഞ്ഞ് നമ്മളെ കുറച്ചുകൂടി കിടന്നുറങ്ങട്ടെ എന്ന് പറഞ്ഞ്, ക്ഷീണമാണ് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് നമ്മളെ കിടന്നുറങ്ങുമ്പോ നമ്മുടെ വീടിന്റെ അകത്ത് കിടന്നുറങ്ങാത്ത 2 കണ്ണുകൾ ഉണ്ടായിരുന്നു. ഉറക്കത്തിന്റെ ക്ഷീണമില്ലാഞ്ഞിട്ടില്ല, എല്ലാം മറന്ന സുബഹി നിസ്കാരം കഴിഞ്ഞ് നിസ്കാര കുപ്പായം അയച്ചു വെക്കാതെ ഖുർആൻ എടുത്ത് 2 കൈയും ഉയർത്തി പടച്ച റബ്ബിലേക്ക് ദുആ ചെയ്യുമായിരുന്നു നമ്മുടെ ഉമ്മ. ആർക്ക് വേണ്ടിയാ മക്കളെ? നമുക്ക് വേണ്ടിയാ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടിയാ പ്രിയപ്പെട്ടവരെ. ആ ഉമ്മാനെ നമുക്ക് മറക്കാൻ പറ്റോ? നമ്മൾ ഇങ്ങനെയായത് എങ്ങനെകൊണ്ടാ? നമുക്കൊരു വിഷമവും വരാതെ അല്ലാഹു നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്നത് എന്തുകൊണ്ടാ? അന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങാതെ ഖുർആൻ എടുത്ത് നിസ്കാര പായയിൽ നിസ്കാര കുപ്പായം പോലെ മഴിച്ചു വെക്കാതെ നിങ്ങളെ ഉമ്മ നിങ്ങൾക്ക് വേണ്ടി ദുആർക്കാനുള്ളത് കൊണ്ടാ. ചെറുപ്പക്കാരാ, നിങ്ങളെ ബാപ്പ നിങ്ങൾക്ക് വേണ്ടി ദുആർക്കാനുള്ളത് കൊണ്ടാണ്. അല്ലാഹ്, ഇന്നങ്ങനെ ദുആ ചെയ്യാ നമ്മുടെ ഉമ്മയില്ലല്ലോ, ഇന്നങ്ങനെ ദുആ ചെയ്യാ നമ്മുടെ ബാപ്പയില്ലല്ലോ. പടച്ചവനെ, കുഞ്ഞുനാളിൽ കലാലയങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോ, മദ്രസയിലേക്കോ നഴ്സറിയിലേക്കോ സ്കൂളിലേക്കോ കോളേജിലേക്കോ ചെറുപ്പത്തിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ ഉമ്മ നമ്മുടെ കൂടെ വരികയാ. പള്ളിക്കൂടത്തിലേക്ക് പഠിക്കാൻ പോകുമ്പോ നമ്മുടെ ബാപ്പ നമ്മളെ കൂടെ വരികയാ. ഉമ്മയും കാസിരിക്കണമെന്ന് വാശി പിടിച്ച മക്കള് കൂട്ടത്തിലില്ലേ? പടച്ചവരെ, സ്കൂളിലേക്ക് ക്ലാസ് റൂമിലേക്ക് നമ്മൾ കേറുമ്പോ ക്ലാസ്സിലുള്ള അധ്യാപകരും ടീച്ചർമാരും മിഠായി തന്ന് ബലൂണ് തന്ന് സന്തോഷത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ പോലും കലാലയത്തിന്റെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ മനസ്സ് പുറത്ത് വെയിറ്റ് ചെയ്യുന്ന നമ്മുടെ ഉമ്മാന്റെ മുഖത്താ. നമ്മുടെ മനസ്സ്, നമ്മുടെ കണ്ണുകൾ മുഴുവനും ബാപ്പാന്റെ മുഖത്താ. അങ്ങനെ ഒരു കാലം കഴിഞ്ഞു പോയി ചെറുപ്പക്കാരാ. തിരിച്ചു വരാത്ത ഒരു കാലം കഴിഞ്ഞു പോയി മക്കളെ. അന്നല്ല നമ്മുടെ ഉമ്മ നമ്മളെ പൊന്നുപോലെ കൊണ്ട് നടന്നല്ലോ. പടച്ചവനെ, മദ്രസ വിട്ട് നമ്മൾ വീട്ടിലേക്ക് വരുന്നത് വരെ കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ. മദ്രസ വിട്ട് നമ്മൾ സ്കൂള് വിട്ടിട്ട് വീട്ടിലേക്ക് വരുന്നത് വരെ വീടിന്റെ ഉമ്മരപ്പടിയില് കാത്തിരിക്കുന്ന നമ്മുടെ ഉമ്മ. നോമ്പ് നോറ്റിട്ടൊരു ക്ഷീണം കൊണ്ട് നമ്മൾ കിടന്നുറങ്ങുമ്പോ നമ്മുടെ ഉമ്മ, നമ്മുടെ ബാപ്പ കിടന്നുറങ്ങുന്നില്ല. ബാപ്പ ജോലിക്ക് പോവുകയാണ്. എന്തേ നോമ്പ് നോറ്റ ബാപ്പക്ക് ക്ഷീണമില്ലാഞ്ഞിട്ടാണോ? അല്ല, നമ്മൾ ആലോചിച്ചിട്ടാണ്. എന്റെ മക്കളെ പഠനം, എന്റെ മക്കളെ കല്യാണം, എന്റെ മക്കളെ ഭക്ഷണം, എന്റെ മക്കളെ വസ്ത്രം, റമളാൻ കഴിഞ്ഞ പെരുന്നാളിന് എല്ലാവരും പുത്തനുടുപ്പെടുക്കുമ്പോ, എല്ലാവരും ചെരുപ്പ് വാങ്ങുമ്പോ എന്റെ മക്കൾ എന്നോടൊരു വാച്ച് വാങ്ങി തരണം
ചെരുപ്പ് വാങ്ങിത്തരണമെന്ന് പറയുമ്പോ എന്റെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ അല്ലാ, എന്റെ മക്കൾക്കും എന്റെ ഭാര്യക്കും നോമ്പ് തുറക്കാൻ ഭക്ഷണം വേണമല്ലോ, പെരുന്നാളിന് സുഭിക്ഷമായ ഭക്ഷണം ഒരുക്കണമല്ലോ എന്ന് ആലോചിച്ച് ക്ഷീണമല്ലാതെ നമുക്ക് വേണ്ടി മറന്ന നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പ, നമ്മളിൽ നിന്ന് അനുഭവിക്കുന്ന തണലേ നമ്മുടെ ബാപ്പ കൊണ്ട വൈന, നമ്മുടെ ബാപ്പ കൊണ്ട വൈന, ബാപ്പ നമുക്ക് വേണ്ടി ത്യാഗം ചെയ്തത് എത്രയാ, പുന്നാര ബാപ്പച്ച് നമ്മളെ പോറ്റി വളർത്തിയത് എത്രയാ. മക്കളെ, അത് മറന്നിട്ടൊരു ജീവിതം വേണ്ട ചെറുപ്പക്കാരാ, അത് മറന്നിട്ടൊരു ജീവിതം വേണ്ട പെങ്ങളെ. അവരെ സന്തോഷത്തിൽ, അവരുടെ ആഹ്ലാദത്തിൽ, അവരെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ടുള്ള ജീവിതം നമുക്ക് മരണം വരെ ഒരു സെക്കൻഡ് പോലും പിഴക്കാതെ കൊണ്ട് നടക്കാൻ കഴിഞ്ഞ നമ്മൾ വിജയിച്ചവരാ, മറന്നു പോവല്ല, നമ്മൾ വിജയിച്ചവരാ, മറന്നു പോവല്ല. പടച്ചവനെ, ഉമ്മയുള്ള കാലത്തുള്ള റമദാൻ ഒന്ന് ആലോചിച്ചു നോക്കിയേ. ചെറുപ്പത്തിൽ നമ്മൾ നോമ്പെടുത്ത് കഴിഞ്ഞാൽ ളുഹ്റിന്റെ സമയത്ത് ഉമ്മ ചോദിക്കും, മോനെ വിശപ്പുണ്ടോ? ഉമ്മ ചോദിക്കും, മോനെ വിശപ്പുണ്ടോ? വിശപ്പുണ്ടെങ്കിൽ ഉമ്മാന്റെ കുട്ടി ഉച്ചക്കൊന്ന് നോമ്പ് തുറന്നോ? പലപ്പോഴും പലരോടും ഉമ്മ പറഞ്ഞിട്ടുണ്ട്. പടച്ചവനെ, നമ്മൾ ആലോചിച്ച് ഉമ്മ സങ്കടപ്പെടുകയാണ്, നമ്മൾ ആലോചിച്ച് ഉമ്മ സങ്കടപ്പെടാണ്. പലപ്പോഴും ഉമ്മ പറയും, നമ്മളോടൊക്കെ എത്രയോ പറഞ്ഞിട്ടുണ്ട്, വിശക്കുന്നുണ്ട് മോനെ, ക്ഷീണിച്ചോ മോനെ, ഉച്ചക്ക് നോമ്പ് തുറന്നോ, ബാക്കി ഉച്ചയുടെ ശേഷം നാളെ നോൽക്കാം. അല്ലെ, പല ആളുകളും ചെറുപ്പത്തിൽ അങ്ങനെ നോമ്പ് വരുത്തുണ്ടാവും, ഉച്ചവരെ ഒരു നോമ്പ്. അത് മക്കളെ ശീലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, മക്കളെ ശീലിപ്പിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ നോമ്പ് വെൽക്കും, അത്താഴത്തിന് നമ്മൾ ഓല കൂടെ അത്താഴം കഴിക്കും, ഭക്ഷണം കഴിക്കും, എന്നിട്ട് ഉച്ച വരെ ഒരു നോമ്പ്. ഉച്ച കഴിഞ്ഞാലോ അന്ന് മുറിക്കാം. ഉമ്മാക്ക് നമ്മളോടുള്ള സ്നേഹമാണത്, ഉമ്മാക്ക് നമ്മളോടുള്ള ഇഷ്ടമാണ്, അത് വേറെ ഒന്നുമല്ല. എന്നിട്ട് പിറ്റേന്ന് ഉച്ച വരെ അപ്പൊ ഒരു നോമ്പായി, ഇന്ന് ആരാ നാളാരാ. അത് ഉമ്മയും ബാപ്പയും സ്നേഹം കൊണ്ട് മുറിപ്പിക്കണം, അത് വേറെ ഒന്നുമല്ല. പക്ഷെ ആ നോമ്പിനോട് നമുക്ക് താല്പര്യമുണ്ട്, ആ നോമ്പിനോട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിയെ ആദ്യം തന്നെ ഫുൾ ടൈം നോമ്പെടുക്കാൻ ഒരാൾ കൊണ്ടും കഴിയില്ല. ചെറിയ മക്കളല്ലേ, ചിലപ്പോ കഴിഞ്ഞെന്ന് വരില്ല. അപ്പൊ ആദ്യം പകുതി വരെ, പിന്നെ എങ്ങനെ പറയും, ഇന്നലെ നോമ്പ് മുറിച്ചില്ലേ, ഇന്നിപ്പോ ഇനി പെസർ വാങ്ങി കൊടുക്കാൻ ഇനിയിപ്പോ കുറച്ചേരം ടൈമുള്ളൂ, നിങ്ങൾ മുറ്റത്തൊന്ന് പോയി കളിച്ചു പോരി, അല്ലെങ്കിൽ അവിടേക്കൊന്ന് ഇവിടെ പോയി പോരി, ആ പാറപ്പുറത്തൊക്കെ ഒന്ന് പോയി പോരി. അങ്ങനെ വൈകുന്നേരാക്കും നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പ. വിശുദ്ധ റമദാനിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും. അല്ലാഹുവേ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്ര രോഗം ഉണ്ടെങ്കിലും അവരതൊക്കെ മറന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു സുഭിക്ഷമായ ഭക്ഷണം മക്കളില്ലാതെ അവർ കഴിക്കോ? നിങ്ങൾ ആലോചിച്ച് നോക്കി, പഴയ കാലത്തൊക്കെ, ഇപ്പൊ അങ്ങനെ ഉണ്ടോന്ന് അറിയില്ല, പഴയ കാലത്തൊക്കെ നമ്മളെ ഉമ്മി നമ്മളെ ബാപ്പയൊക്കെ ഒരു വീട്ടിലേക്ക് കല്യാണത്തിന് പോവുകയാണെങ്കിൽ ആ കല്യാണ പെരീന്ന് ആദ്യം പോലെ ചെയ്യലെന്തറിയോ, മക്കള് കല്യാണത്തിന് വന്നിട്ടില്ലെങ്കിൽ മക്കൾക്കില്ല ചോറ്റും പോതി ആദ്യം എടുത്തത്. എന്റെ ഉമ്മക്ക് അങ്ങനെ കുറെ ചെയ്തിട്ടുണ്ട്. അല്ലാഹു ഉമ്മാക്ക് സ്വർഗം കൊടുക്കട്ടെ. ഒരു വീട്ടിൽ പോയിട്ട് ഇപ്പൊ ചിലപ്പോ അതൊക്കെ ഇപ്പൊ എങ്ങനെ, അതൊക്കെ രണ്ടാം നമ്പറാണ്, ചോറ് കൊണ്ടരല്. നമ്മളങ്ങനെ ആലോചിക്കാം. പക്ഷെ മക്കൾ ആലോചിച്ചിട്ട് ഉമ്മ എന്ത് ചെയ്യും, ഒരു കല്യാണ വീട്ടിൽ പോയാല് എന്റെ കുട്ടിയൊക്കെ കുറച്ച് ചോറ് വേണം കേട്ടോ, ആദ്യം ഓല് കഴിക്കുന്നതിന്റെ മുന്നേ ഫസ്റ്റ് പറയലതാണ്. എന്നിട്ട് കല്യാണം വീട്ടിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ സ്കൂൾ ഇട്ടായിട്ട് നമ്മൾ ചിലപ്പോൾ കല്യാണത്തിന് പോയിട്ടുണ്ടാവില്ല, ചിലപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരക്ക് കാരണം, വേറെ എന്തെങ്കിലും രോഗം കാരണം ചിലപ്പോൾ നമ്മൾ കല്യാണത്തിനോ സൽക്കാരത്തിനോ പോയിട്ടുണ്ടാവില്ല. പക്ഷെ ആ കല്യാണത്തിലെയും സൽക്കാരത്തിലെയും ചോറ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇന്നതൊക്കെ കൊണ്ടുപോകാൻ മടിയാണ്, ഇന്നതൊക്കെ ഭാഷ മാറി പാർസൽ ആയിക്കോട്ടെ, അതൊക്കെ വാങ്ങാനും ചോദിക്കാനും എന്ത് മടിയാണ്. നമ്മുടെ ഉമ്മ അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക, നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ, നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര ബാപ്പ. അതേ പ്രകാരം നോമ്പ് തുറക്കാൻ, അല്ലാഹുവേ, ഒരുപാട് റമദാൻ നമ്മുടെ മുന്നിൽ ഓർമ്മയാണ്. നോമ്പ് തുറക്കാൻ വേണ്ടി ഒരു വീട്ടിൽ വന്നിട്ട് അയൽപക്കത്തെ വീട്ടിലെ ആളുകൾ നമ്മളെ നോമ്പ് തുറക്കാൻ വിളിക്കുമ്പോൾ, നിങ്ങളെ വീട്ടിൽ നിന്ന് രണ്ടുപേരെ നോമ്പ് തുറക്കാൻ വിളിക്കുമ്പോ ഉമ്മ പറഞ്ഞു വിടല്ലാരെയാണ്, നമ്മളെയാണ്.
നമ്മളെയാണ് പ്രിയപ്പെട്ടവരെ. ഉമ്മയും വാപ്പയും നോമ്പ് തുറക്കാൻ വരാതെ മക്കളാകുന്ന നമ്മളെ നോമ്പ് തുറക്കാൻ വിട്ടിരുന്ന മനോഹരമായൊരു കാലം പടച്ചവനെ ആ പ്രിയപ്പെട്ട പുന്നാര ഉമ്മയും വാപ്പയും നോമ്പ് തുറക്കാനുള്ള സമയത്ത് നമുക്ക് സുഭിക്ഷമായ ഭക്ഷണം ഒരുക്കി തന്ന് നമ്മളെ നോമ്പ് തുറന്ന് നമ്മളെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് അവര് ഭക്ഷണം കഴിക്കുന്നത്. നമ്മളെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് അവരെ ഭക്ഷണം കഴിക്കുന്നത്. കാരണം മക്കളുടെ വയറ് നിറഞ്ഞതിന് ശേഷമാണ് എന്ത് ആഗ്രഹിച്ചാലും അല്ലാഹുവേ നമ്മുടെ ഉമ്മ നമുക്ക് സാധിപ്പിച്ചു തരികയാണ്. അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ വാശി പിടിക്കുമ്പോൾ പോലും നമ്മുടെ പുന്നാര ഉമ്മയും പുന്നാര ബാപ്പയും പടച്ചറല്ലാ ആ കാലം ഇനി വരുമോ, ആ കാലം ഇനി വരുമോ, വിധി എന്നിൽ ലേകിടുമോ, ഉമ്മാക്കൊരു തണലേകാൻ നാദാനി തുണ തരുമോ, ആ കാലം ഇനി വരുമോ, വിധി എന്നിൽ ലേകിടുമോ, ബാപ്പാക്കൊരു തുണലേകാൻ നീ എന്നിൽ വിധി തരുമോ. പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പാവപ്പെട്ട ഉമ്മ കുഞ്ഞുനാളിൽ ഒരുപാട് ജോലിക്ക് പോയിട്ടാണ് ഞങ്ങളെ പോറ്റി വളർത്തിയത്. പടച്ചവനെ, ഞങ്ങളെ ഉമ്മാക്ക് നീ സ്വർഗം കൊടുക്കണമല്ല, പാപ്പക്ക് ആഫിയത്തോടെ ആരോഗ്യം കൊടുക്കണമല്ല. ഞങ്ങളെ പോറ്റി വളർത്താൻ ചെറുപ്പത്തിൽ ഉമ്മയും ബാപ്പയും ജോലിക്ക് പോകുമായിരുന്നു. അവർക്കെല്ലാം നീ സ്വർഗം കൊടുക്കണേ റഹ്മാനെ. ഒരുപാട് ആളുകൾക്ക് ഈ കഥകൾ പറയാനുണ്ടാകും. നമ്മുടെ നാട്ടിലൂടെ റോഡ് സൈഡുകള് റോഡിന്റെ പണി നടക്കുന്ന സമയത്ത് ആ റോട്ടിലുള്ള പണിക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ നമ്മുടെ ഉമ്മ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാണ്. എന്തിനു വേണ്ടി? നമ്മളെ പോറ്റി വളർത്താൻ വേണ്ടി. പടച്ചറബ്ബേ, ഇതൊന്നും നമ്മളെ മറക്കാൻ പറ്റൂല. പഴയ കാലത്തുള്ള ഉമ്മയുടെയും ബാപ്പയുടെയും കഷ്ടപ്പാട് പുതിയ കാലത്തുള്ള മക്കളെ നമ്മൾ മറക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങൾ മുഴുവനും, ഇന്ന് നമ്മൾ ആസ്വദിക്കുന്ന സൗകര്യങ്ങൾ മുഴുവനും അത് നമ്മുടെ ഉമ്മാന്റെ നമ്മുടെ ബാപ്പയുടെ മനോഹരമായ സുഗന്ധമാണ്. മറക്കല്ല. അല്ലാഹുവേ, ഞങ്ങളെ ഉമ്മാക്കും ബാപ്പക്കും നീ ആഫിയത്തോടെ ദീർഘായുസ്സ് കൊടുക്കണേ റഹ്മാനെ. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയ അത്താഴത്തിന്റെ ഇന്നും നമ്മൾ ഭക്ഷണം കഴിക്കാൻ എഴുന്നേൽക്കുന്ന സമയത്ത് ഇന്ന് നമുക്ക് അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മൾ ആഗ്രഹിച്ച ഭക്ഷണം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ സൗകര്യങ്ങൾ അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ഉമ്മയുള്ള കാലത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചിരുന്ന ആ ഭക്ഷണത്തിന്റെ ആ സ്വാദ്, നമ്മുടെ ഉമ്മയും ബാപ്പയും ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചിരുന്ന ആ ഭക്ഷണത്തിന്റെ ഒരു സ്വാദ് ഇപ്പൊ നമുക്ക് കിട്ടുമോ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയും. അത് എനിക്ക് മാത്രം അങ്ങനെ തോന്നിയിട്ടുള്ളൂ. നമ്മൾ ഉമ്മയും ബാപ്പയും ഉണ്ടായിരുന്ന ആ ഒരു ടൈമിലുള്ള ആ പഴയ കാലത്ത് എന്തോ ഒരു റാഹത്താണ് അല്ലേ. ചോറുണ്ടാവും, കുറച്ച് താളിപ്പുണ്ടാവും, കുറച്ച് ഉണക്കൽ മീന് നല്ല ഞെരിച്ച് ചുട്ട് സൂപ്പറാക്കിയത് ഉണ്ടാവും, പപ്പടം ചുട്ട ഉണ്ടാവും. വലിയ വീട്ടിലൊക്കെ പപ്പടം പൊരിച്ച ഉണ്ടാവും, ഇല്ലെങ്കിൽ പപ്പടം ചുട്ട ഉണ്ടാവും. ഇപ്പോഴും നമുക്ക് അതിനോട് വലിയ ഇഷ്ടമാണ്, ഇപ്പോഴും നമുക്ക് അതിനോട് വലിയ താല്പര്യമാണ്. ഉണക്കൽ മീനും സാധാരണ ചോറും അതിക്ക് താളിപ്പം കൂടുതൽ ഞാൻ പറഞ്ഞില്ല, കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ നോമ്പ് മുറിയണ്ടാവും ഇല്ലേ. അതിന്റെ ആ ഒരു സ്വാദ് ഇപ്പൊ നമുക്ക് അൽഹംദുലില്ലാഹ് ഫ്രിഡ്ജ് തുറന്ന ഒരു ഭാഗത്ത് ചിക്കനായി, ഒരു ഭാഗത്ത് മട്ടനായി, ഒരു ഭാഗത്ത് കുട്ടനായി, ഒരു ഭാഗത്ത് പൊരിച്ചതായി, ഒരു ഭാഗത്ത് കുറുമയായി. അൽഹംദുലില്ലാഹ് എല്ലാ സൗകര്യങ്ങളുണ്ട്. പക്ഷെ പഴയ ആ ഒരു കാലത്ത് ഉമ്മാന്റെ അടുക്കുന്ന തിന്ന് അല്ലെങ്കിൽ ബാപ്പന്റെ കൂടെ തിന്നിരുന്ന ഉമ്മാന്റെ അടുക്കൽ തിന്നിരുന്ന ആ ഒരു ഭക്ഷണത്തിന്റെ സ്വാദ്, ആ ഒരു പഴയ ഭക്ഷണത്തിന്റെ സ്വാദ് ഇപ്പോഴൊക്കെ നമുക്ക് നല്ല രുചിയുള്ള ഭക്ഷണം തന്നെയാണ് ഇപ്പൊ കിട്ടുന്നൊന്നും രുചിയില്ല എന്നല്ല ഞാൻ പറയണത്. പക്ഷെ ഉമ്മാന്റെ അടുക്കുന്ന നമ്മൾ കഴിച്ച ആ ഒരു മനോഹരമായ ആ ഒരു സ്വാദ് നമ്മുടെ ജീവിതത്തിൽ പിന്നെ കിട്ടൂല. ഇപ്പൊ നിങ്ങൾ മക്കള് ഉമ്മയും ബാപ്പയും ഉള്ളവര് അവരെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അവരെ കൂടെ ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്യുക, അവർക്ക് വേണ്ടതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുക.
ഈ വിശുദ്ധമായ റമളാനിൽ നമ്മുടെ നോമ്പുകളും നമ്മുടെ സൽക്കർമ്മങ്ങളും നമ്മുടെ ഇബാദത്തുകളും അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്വീകാര്യത ലഭിക്കാൻ ഏറ്റവും നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ് നിങ്ങളെ ഉമ്മയെ, നിങ്ങളെ ബാപ്പയെ. ഉമ്മാനോടും ബാപ്പാനോടും എപ്പോഴും നമ്മൾ ദ്വാരക്കാൻ പറയാം, എപ്പോഴും നമുക്ക് ദ്വാരക്കാൻ പറയാം. അല്ലാഹുവേ, ഇടക്കിടക്ക് വിളിച്ചന്വേഷിക്കാം, എപ്പോഴും വിളിച്ചന്വേഷിക്കാം. അവിടെ കഴിക്കാൻ ഭക്ഷണം ഉണ്ടോ? ഈ പെരുന്നാളിന് ആദ്യമായിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാക്കായിരിക്കണം, നമ്മുടെ ബാപ്പക്കായിരിക്കണം. ആദ്യമായിട്ട് നല്ല ഡ്രസ്സ്, അതെല്ലാവർക്കും ഡ്രസ്സ് എടുത്തിട്ട് ഇനിയിപ്പം ഉമ്മച്ചിക്കൊരു മാക്സി വേണ്ടേ? ആ മാക്സി വേണം. ഏതെങ്കിലും നോക്കിക്കൂട്. അങ്ങനെ ആവരുത്. ബാപ്പാക്കൊരു ഏതാ ബാപ്പാക്ക് ഒരു ബനിയൻ മുതുക്കി, പിന്നെ അല്ലെങ്കിൽ ഒരു കള്ളിത്തുണി മുതുക്കി, അല്ലെങ്കിൽ ഒരു തോർത്തുണ്ട് അയിമൊതുക്കി. അങ്ങനെയല്ല. സൂപ്പർ ഡ്രസ്സ് ഈ പെരുന്നാളിന് ഉമ്മാക്കും ബാപ്പാക്കും എടുത്തു കൊടുക്കണം ട്ടാ. ഈ പെരുന്നാൾ, അടുത്ത പെരുന്നാൾ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടോ എന്ന് അറിയില്ല. ഈ പെരുന്നാളിന് സൂപ്പർ ഡ്രസ്സ് ഉമ്മാക്കും ബാപ്പാക്കും എടുത്തു കൊടുക്കണം. സൂപ്പർ ഡ്രസ്സ്. നമ്മുടെ ഉമ്മയും ബാപ്പയൊക്കെ നമുക്ക് ഡ്രസ്സ് എടുത്തു തരുന്നതിന് എങ്ങനെയാ? ഇപ്പോഴല്ല. ഞാൻ അതാ പറയുന്നത്, ഉമ്മയില്ലാത്ത റമളാൻ ആദ്യത്തെ കാലത്തേക്ക് നിങ്ങൾ മനസ്സുണ്ടാവുകയാണ് അല്ലേ? വിശുദ്ധ റമളാനിലെ ഓരോരുത്തര് കൊണ്ടുവരുന്ന സക്കാത്തിന്റെ കായ് ഉണ്ടാവും. 27 രാവിലെ നമ്മളെല്ലാ വീട്ടിലും എത്തിയിട്ടുണ്ടാവും. എല്ലാവരുടെ വീട്ടിലും നമ്മൾ എത്തിയിട്ടുണ്ടാവും. ഞാൻ എന്റെ കാര്യം പറയാലോ, നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. നിങ്ങളെങ്ങനെ അറിയില്ല. അവിടെ 27 രാവിലെ കായ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഓടി ചെല്ലും. ചിലര് 2 ഡ്രസ്സൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. എന്നിട്ട് ആദ്യ ഡ്രസ്സ്, ഞാൻ അങ്ങനെ പോയിട്ടില്ലല്ലോ, ഇനി മൂപ്പരങ്ങനെ പോയിട്ടുണ്ടാവുന്ന കണക്കൂട്ടണ്ട, ഞങ്ങൾ കണക്കൂട്ടാൻ വലിയ ഉഷാറാ. ആദ്യം ഒരു ഡ്രസ്സ് ഇട്ടാണ്ട് 27 രാവിലെ കായ്ക്ക് വരിക്കും. എന്നിട്ട് 10 റുപ്യ 5 റുപ്യൊക്കെ കിട്ടുക. ആയിക്കോട്ടെ, അന്ന് 5 റുപ്യ 10 റുപ്യ പറഞ്ഞാൽ വലിയ സംഭവമാണ്. 20 റുപ്യക്കൊക്കെ ചെരുപ്പിട്ടിന്റെ കാലത്ത് എപ്പോഴും കേട്ടോ 20 റുപ്യക്ക് ചെരുപ്പൊക്കെ പറയണത്. അന്ന് കായ് വാങ്ങി വരും. എന്നിട്ട് അപ്പുറത്ത് മതിലിന്റെ അപ്പുറത്ത് പോയിക്കാണ്ട് ആ പച്ച ഡ്രസ്സ് മാറ്റിയാണ്ട് വല്ല ചോപ്പിടും. എന്നിട്ട് പോകും. എന്നാൽ അത് നോക്കാനായിട്ട് ചില ആൾക്കാരുണ്ടാവും, ഡ്രസ്സ് മാറ്റി വരുന്നുണ്ടോ നോക്കാനായിട്ട് കായ് കൊടുക്കണ ചില ആൾക്കാരുണ്ടാവും. എന്നിട്ട് പറയും, ഒരട്ടം വന്നില്ലടാ, എന്റെ വാപ്പന്റെ പേരെന്താ, ഉമ്മാന്റെ പേരെന്താ, എവിടെ എന്റെ പേരാ, എന്നെ ഇവിടെ കാണുന്നില്ലല്ലോ. ആ അങ്ങനെ 10 റുപ്യയും 5 റുപ്യയും കിട്ടി. ഒരു വരി ചിലപ്പോ 15 റുപ്യ വാങ്ങിയിട്ടുണ്ടാവും. 3 വട്ടം വരി നിന്നാണ്ട് അതെന്റെ വരി ലോങ് ആയിക്കാരം. അവിടെ തന്റെ ഒരു വരി, എന്നാലും വേണ്ടിയില്ല, അത് വരി എന്നാലും വാങ്ങും. നമ്മളൊക്കെ കുറേ പോയിട്ടുണ്ട്. 10 പിരിയത്തും ഏഴികളയിലും ഐന്തൂരും കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട് ചെറുപ്പത്തില്. എൻ്റെ ഒരു നമ്മളെ കൂട്ടുകാരന്മാരെ കൂടിയിട്ട്, അല്ലെങ്കിൽ അയലോക്കാരെ കൂടിയിട്ട്, നീ 27 രാവല്ലേ പോണ്ടേ? ആ പോണം. തലേന്ന് തന്നെ ചിലപ്പോ പോകും, ചിലപ്പോ വീട്ടിലൊക്കെ. അല്ലാഹുവേ, അന്നൊക്കെ അവര് ആ 27 രാവിന്റെ 10 രൂപയും 50 രൂപയും 20 രൂപയൊക്കെ തന്നത് കൊണ്ട് എന്തായിന്നോ, നമുക്കൊക്കെ അന്ന് ചെരുപ്പ് വാങ്ങാൻ പറ്റി പെരുന്നാക്ക്. അള്ളാഹു ഓൽക്കൊക്കെ ആഫിയത്തും റാഹത്തും ബർക്കത്തും ഏറ്റി കൊടുക്കട്ടെ. അള്ളാഹു ഓൽക്കൊക്കെ റാഹത്ത് കൊടുക്കട്ടെ. ഇല്ലത് പറയാലോ നമുക്ക്. നല്ല രസമായിരുന്നു അന്ന് രാവിലെ അങ്ങോട്ട് ഇറങ്ങും, എന്നിട്ട് അന്വേഷിക്കും. അന്നത്തെ കാലത്ത് വാട്സപ്പ് ഒന്നും ഇല്ലല്ലോ. ഇവിടെ ഉണ്ട് കേട്ടോ, അവിടെ ഉണ്ട് കേട്ടോ, അവിടെ 27 രാവിന്റെ കായ് കൊടുക്കുന്നുണ്ട്, ഇവിടെ 27 രാവിന്റെ കായ് കൊടുക്കുന്നുണ്ട് അറിയാൻ വാട്സപ്പും കാര്യമൊന്നുമില്ലല്ലോ. അന്ന് ഫോണില്ല. അന്ന് ആരെയും കയ്യിൽ ഫോൺ ഉണ്ടാവും? എനിക്ക് ഓർമ്മയില്ല. ഇനി ഉണ്ടാവോ അല്ലാഹു അഅലം. സൈക്കിൾ ഉണ്ടെങ്കിൽ അതിമ തന്നെ 3, 4, 5 ആൾക്കാരോട് പോകും. എന്നിട്ട് പറയും, ആ അവിടെ കൊടുക്കണ്ട്, ഇവിടെ കൊടുക്കണ്ട്. ചിലവര് പറ്റിയേക്കും ചോദിച്ചു, അവിടെ കൊടുക്കണ്ട്, ഇവിടെ കൊടുക്കണ്ട് ആണ്. എന്നിട്ട് പോവും, വരി നിന്നിട്ട് വരി നിന്നിട്ട് വാങ്ങന്നെ. ഉമ്മാരും പോവും, പാപ്പാരും പോവും. ചില ആളുകൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരും. ഇപ്പൊ ഒരുപാട് ആളുകൾ, ഇപ്പൊ ഞങ്ങളെ 10 പിരിയത്തെ ധാരാളം ആളുകൾ അൽഹംദുലില്ലാഹ് ചെറുപ്പത്തില് അങ്ങനെ സഹായിച്ചിട്ടുണ്ട്. പാവപ്പെട്ട ഉമ്മയും ബാപ്പയൊക്കെ അങ്ങനെ 27 രാവിന്റെ കായ്. നമ്മളൊക്കെ ഇപ്പൊക്കെ പെരുന്നാളിന് നേരത്തെ ഡ്രസ്സ് എടുത്ത് നോക്കും അല്ലേ? ഇപ്പൊക്കെ പെരുന്നാളിന് നേരത്തെ നമ്മൾ ഡ്രസ്സ് എടുത്ത് വെക്കും കടകളിൽ പോയിട്ട്. നാളെ ഇപ്പൊ കൊടുവള്ളിയിൽ ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനം നടക്കണം. അള്ളാഹു ആ ഷോപ്പിൽ വലിയ ബർക്കത്ത് നൽകട്ടെ. നാളെ 10:00 കൊടുവള്ളി അങ്ങാടിയിൽ ഒരു ഡ്രസ്സിന്റെ ഷോപ്പിന്റെ താജ് വെഡിങ് ഷോപ്പ്. അള്ളാഹുൽക്ക് ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും ഷോപ്പിൽ അള്ളാഹു നല്ല ബർക്കത്ത് ചെയ്യട്ടെ. നാളെ 10:00 കൊടുവള്ളിയിൽ അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും ഷോപ്പിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താ അറിയോ? ഇന്നിപ്പോ നമ്മള് നേരത്തെ ഡ്രസ്സ് എടുക്കും. പെരുന്നാളിന് എന്ത് ചെയ്യും? നേരത്തെ നമ്മൾ ഡ്രസ്സ് എടുക്കും, നേരത്തെ എടുത്തു വെക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ അല്ലേ? പഴയ കാലത്ത് അങ്ങനെയൊന്നല്ല. പഴയ കാലത്ത് ഡ്രസ്സ് എടുക്കുന്ന തിരക്കുന്ന 27 രാവ് കഴിഞ്ഞിട്ടേ കാരണം നല്ല ഡ്രസ്സിന്റെ തിരക്ക്. ഞങ്ങളൊക്കെ പോലും 27 രാവിന്റെ ഇത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ്
നോമ്പിന്. കാരണം 27 കായ് എല്ലാവരും കിട്ടി ഒരു കൂട്ടും. എനിക്ക് കിട്ടിയതും കാക്ക കിട്ടിയതും ഉമ്മ കിട്ടിയതും ബാപ്പ കിട്ടിയതും അല്ല മറ്റൊരു കിട്ടിയതൊക്കെ ഒരു കൂട്ടിയിട്ട് ഇങ്ങനെ ആദ്യം തന്നെ ഇവിടുന്ന് നോക്കും. 500 റുപ്യ, ചിലപ്പോൾ 500 തേക്കും, ചിലപ്പോൾ 1000 തേക്കും, ചിലപ്പോൾ 2000 തേക്കും. എന്നിട്ട് ഇവിടുന്ന് പ്ലാൻ ഇട്ടിട്ടാ പോകുക. അവിടെ ചെന്നിട്ട് ഡ്രസ്സും കടി ചെന്നിട്ട് ഉമ്മച്ചി അത് വേണമെന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യം ഉണ്ടാവില്ല. യാതൊരു കാര്യം ഉണ്ടാവില്ല. അത് വേണം ഇത് വേണം ഒക്കെ ഇവിടുന്ന് പ്ലാൻ ഇട്ടിട്ടാ പോകുക. 20 റുപ്യന്റെ ചെരുപ്പ്, 10 റുപ്യന്റെ വാച്ച്, അല്ലെങ്കിൽ ആ ഡ്രസ്സ് ഇവിടുന്ന് പ്ലാൻ ഇട്ടാ പോവുക. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ അൽഹംദുലില്ലാ ഡ്രസ്സ് കടി ചെന്നാല് ഏത് ഡ്രസ്സാ വേണ്ടി എടുത്തോ ഒന്നായിട്ടായിട്ട് മറിച്ചു എന്നിട്ട് ഇതൊന്ന് നോക്കും. ഇതിന് നെറി കുറച്ച് കൂടുതലാ, അടുത്താണി ആ ഡ്രസ്സും കടിയിലൊക്കെ പോകുമ്പോഴേ പറ്റിയ ഡ്രസ്സ് ആദ്യം ഒന്നും ഇങ്ങനെ നോക്കുക. എല്ലാം വലിച്ചിടുന്ന സ്വഭാവം പാടില്ല കേട്ടോ. നിങ്ങളോട് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ തെറ്റും, പക്ഷെ പറയാക്കാൻ പറ്റൂലല്ലോ. എല്ലാം ഇങ്ങനെ കണ്ടൊക്കെ വലിച്ചിടുന്ന സ്വഭാവം അത് നല്ലതല്ല. അപ്പൊ ഉസ്താദെ നോക്കണം നല്ലതുപോലെ നോക്കാം. എങ്ങനെ ആദ്യം ഒരു കളർ ഇഷ്ടപ്പെട്ടോ ഇന്നത് എടുക്കാൻ വരാം. അല്ലാതെ മൂപ്പർക്ക് എനിക്കിവിടെ ശമ്പളം കൊടുത്തിട്ടല്ലേ ഇത് പണിയെടുക്കണേ അത് എടുത്തൂടാ. ഐറ്റങ്ങളും നമ്മളമാർക്കും നോമ്പ് വെച്ചുകൊണ്ട് ആ നൃത്തം തന്നെയാണ്. ആ നൃത്തം തന്നെ ഉൽക്ക് തന്നെ പണി. മടക്കേക്ക എടുത്തേക്ക നിൽക്കുക. ഉൽക്ക് ഇരിക്കാൻ പറ്റൂലല്ലോ. കുറച്ചു നേരം ഒന്നും കാറ്റുകൊണ്ട് വരാൻ പറ്റൂലല്ലോ. തിരക്ക് കാരണം അങ്ങനെയാണല്ലോ. അപ്പൊ നമുക്ക് പറ്റിയതാണെങ്കിൽ അതൊന്നും എടുത്താൽ മോനെ അതൊന്നും നോക്കുക. അല്ലാതെ ഇത് പറ്റിയില്ല, ഇവിടെ ഏതുമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റിന് കൊടുത്തോടെ പോലും ചെയ്തു. അങ്ങനെയല്ല. എല്ലാരും എന്ത് ചെയ്യാ, അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് കുറെ മടക്കി വെച്ച് തരുന്ന അവിടുത്തെ സ്റ്റാഫുകൾ ഉണ്ടാവും. നിങ്ങൾ ഡ്രസ്സ് കൊടുക്കുമ്പോ നമ്മൾ ചെറിയൊരു സംഭാവന പോലെ കയ്യിലും കൊടുത്തോണ്ടി മോനെ ഇതൊന്ന് കയ്യിൽ വെച്ചോളട്ടടാ ഒരു സന്തോഷത്തിന്. കാരണം എന്താ പറയുക, ഓൽക്ക് നിശ്ചിതമായൊരു കൂലി ഉണ്ടാവുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതിനെ കരണ്ട് ഡ്യൂട്ടി. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡ്രസ്സ് പറ്റി എടുത്തു പോരുമ്പോ എന്ത് ചെയ്യാം, ഓല കയ്യിൽ ഒരു സംഭാവന, ഇതെന്റെ സന്തോഷത്തിന് പിടിച്ചോ. ഓൽക്കൊരു സമാധാനാവും, ഓൽക്ക് സന്തോഷക്കാരം. അപ്പൊ ഇപ്പോഴും നമ്മള് അവിടെ ചെന്നിട്ട് ഏത് ഡ്രസ്സും നമുക്ക് എടുക്കാൻ പറ്റും, പഴയ കാലത്തൊന്നും അങ്ങനെയല്ല. ഇപ്പത്തെ മക്കൾക്കൊന്നും പറഞ്ഞാൽ അറിയില്ല. നിങ്ങൾ ഉമ്മാനോടും ബാപ്പാനോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കി. നിങ്ങളിപ്പോ അതിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചിരിക്കണുണ്ടാവും. ഓരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കി. പഴയ കാലത്തൊക്കെ അങ്ങനെയാണ്. ആദായ വിൽപ്പന ഉണ്ടോ എന്നാ പിന്നെ അവിടേക്ക് നമ്മൾ എത്തുക. അതൊന്നും അങ്ങനെ തന്നെയാണെന്ന് വേറെ, മലയാളികൾ എന്നും അങ്ങനെ തന്നെയാണ്. പക്ഷേ അങ്ങനെ ഒരു എഴുത്ത് കണ്ട അവിടെ എത്തും. എന്നിട്ട് ഏറ്റവും താന്ന വില വന്നേ തുടങ്ങുള്ളൂ. കാരണം എന്താ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത്രേ കയ്യിൽ കാശുള്ളൂ. പരിശുദ്ധമായ റമളാനെ പകുതിയാകുന്നത് വരെ ഒരുപാട് ആളുകളിൽ നിന്ന് സക്കാത്തിന്റെ കായ് വാങ്ങിയിട്ട് സക്കാത്തിന്റെ കാശ് കിട്ടിയതിന് ശേഷം, മറ്റുള്ളവരെ കയ്യിൽ നിന്ന് സംഭാവനകൾ കിട്ടിയതിന് ശേഷം, കുഞ്ഞുനാളിൽ വെള്ളിയാഴ്ച മറ്റുള്ള ദിവസങ്ങളിലൊക്കെ പള്ളികളിൽ പോയി വാദ പറഞ്ഞ് കിട്ടിയ തുക നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പ നോമ്പ് നോട്ട് കഷ്ടപ്പെട്ട് ജോലി എടുത്ത് കിട്ടിയ നാണയത്തൊട്ടുകൾ ഒരുമിച്ച് കൂട്ടി അല്ലാഹുവേ പടച്ചവരെ 27 രാവിന്റെ അന്ന് പ്രിയപ്പെട്ട സ്വാലിഹീങ്ങളായ ഒരുപാട് ആളുകൾ നാട്ടിലെ ഒരുപാട് പ്രിയപ്പെട്ടവരെ സക്കാത്ത് കൊടുക്കേണ്ട ആളുകളൊക്കെ സക്കാത്ത് കൊടുക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോ ആ വീടിന്റെ മുറ്റത്ത് സുബഹിക്ക് നമ്മൾ ഉറങ്ങാതെ വരി നിന്ന് വാങ്ങിയ കാശ് കൊണ്ട് 27 രാവ് കഴിഞ്ഞ ഉമ്മാന്റെ കൂടെ ടെക്സ്റ്റൈൽസിൽ പോയി വസ്ത്രമെടുത്തത് ഓർക്കുന്നുണ്ടോ ചെറുപ്പക്കാരാ? ഓർക്കുന്നുണ്ടോ ബാപ്പാ? ഞങ്ങളൊക്കെ പുന്നാര ഉമ്മച്ചി ഞങ്ങൾക്കൊക്കെ ഡ്രസ്സ് എടുത്ത് തന്നത് അങ്ങനെ ആയിരുന്നു. ഞങ്ങളെ ഉമ്മയും ബാപ്പയും കുഞ്ഞുനാളിലെ. പടച്ച റബ്ബേ, ഇന്ന് അവരെ ഖബറിലാണ്. സ്വർഗം കൊടുക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ. ആ ഖബറിനെ വിശാലമാക്കണേ അല്ലാ. നമുക്ക് നമ്മുടെ ഉമ്മ ഡ്രസ്സ് എടുത്ത് തന്നു. ഉമ്മ എടുത്തിട്ടുണ്ടോ? കാശ് ബാലൻസ് ഉണ്ടെങ്കിൽ ഉമ്മ എടുക്കും, കാശ് ബാലൻസ് ഉണ്ടെങ്കിൽ ബാപ്പ എടുക്കും. ഇല്ലെങ്കിലോ കഴിഞ്ഞ പെരുന്നാളിന് എടുത്ത അതേ ഡ്രസ്സ്, അതേ സാരി, അതേ പർദ, അതേ മാക്സിയാണ് ഉമ്മ ഈ പെരുന്നാളിനും ധരിക്കുന്നത്. ഉമ്മയുടെ കൂടെയുള്ള റമളാനും ഉമ്മയുടെ കൂടെയുള്ള പെരുന്നാളും ആലോചിച്ചു നോക്കുക. നമ്മളൊക്കെ പുത്തനെടുപ്പ് ധരിച്ചുകൊണ്ട് പുതിയ ഫാനും ഷർട്ടും ധരിച്ച് നമ്മളെ മനോഹരമായി പെരുന്നാളിൽ പള്ളിയിൽ പോകുമ്പോ നമ്മുടെ ഉമ്മ വസ്ത്രം വാങ്ങിയില്ല, കാശ് തികയാത്തതിന്റെ പേരില്. നമ്മുടെ ബാപ്പ വസ്ത്രം വാങ്ങിയില്ല, കാശ് തികയാത്തതിന്റെ പേരില്.
കഴിഞ്ഞ വർഷത്തിൽ അടുത്തിരുന്ന അതേ ഡ്രസ്സ് ഈ വർഷവും പെരുന്നാളിന് ഉമ്മ വാങ്ങി, പെരുന്നാളിന് ഉമ്മ ധരിച്ചു, പെരുന്നാളിന് ബാപ്പ ധരിച്ചു. ഇതൊന്നും അന്നത്തെ കാലത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പടച്ചവനെ, ഒറ്റക്കിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ആലോചിക്കുമ്പോ അറിയാതെ നമ്മുടെ കണ്ണ് നിറയുകയാണ്. ഉമ്മ, ബാപ്പാ, കഷ്ടപ്പാടിന്റെ ജീവിതം നയിച്ച നമ്മുടെ മാതാപിതാക്കൾ, സങ്കടത്തിന്റെ ജീവിതം നയിച്ച നമ്മുടെ മാതാപിതാക്കൾ, ദുഃഖത്തിന്റെ ജീവിതം നയിച്ച നമ്മുടെ മാതാപിതാക്കൾ, സങ്കടത്തോടെ പറയട്ടെ, ഇങ്ങനെയെല്ലാം കഷ്ടപ്പെട്ട് നമ്മുടെ മാതാപിതാക്കൾ വളർത്തിയിട്ട് പല മക്കളും ഉമ്മാനെ ബാപ്പാനെ ഒഴിവാക്കി പോകുന്നത് കാണുമ്പോ, ഉമ്മയില്ലാതെ ബാപ്പയില്ലാതെ കോട്ടേഴ്സിൽ പോയി താമസിക്കുന്നത് കാണുമ്പോ, ഉമ്മയോട് ബാപ്പയോട് അവിടെ നിന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ നടക്കുന്ന മക്കളെ കാണുമ്പോ, മക്കളെ മറക്കാൻ പാടില്ല ചെറുപ്പക്കാരാ, നീയും ഒരിക്കലെ ബാപ്പയാവേണ്ടവനാണ് മോനെ, നീയും ഒരിക്കൽ ബാപ്പയാവേണ്ടവനാ ചെറുപ്പക്കാരാ, നീയും ഒരിക്കൽ ഉമ്മയാവേണ്ടവളാണ് പെങ്ങളെ, നീയും ഒരിക്കൽ ഉമ്മയാവേണ്ടവളാ പെങ്ങളെ. ഉമ്മാനോട് ബാപ്പാനോട് വേദനിപ്പിച്ചതിൽ പടച്ച തമ്പുരാനെ പരലോകത്തേക്ക് മാറ്റിവെക്കൂല്ല. ഈ ലോകത്തിൽ നിന്ന് അള്ളാഹു നിനക്ക് കാണിച്ചു തരും ചെറുപ്പക്കാരാ, ഈ ലോകത്തിൽ നിന്ന് അള്ളാഹു നിനക്ക് കാണിച്ചു തരും മോളെ. ഉമ്മാനെ സ്നേഹിച്ചതിന് പകരമായിട്ട് ഈ ദുന്യാവിൽ നിന്ന് അള്ളാഹു നിനക്ക് സന്തോഷം തരും മോളെ. ഉമ്മാനെ ഇഷ്ടപ്പെട്ടതിന് പകരമായിട്ട്, ബാപ്പാനെ ഇഷ്ടപ്പെട്ടതിന് പകരമായിട്ട് ഈ ദുന്യാവിൽ നിന്ന് അള്ളാഹു നിനക്ക് സന്തോഷം തരും മോനെ, അള്ളാഹു നിനക്ക് സന്തോഷം തരും മോളെ. നേരെ മറിച്ച് നീ ഉമ്മാനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലേ, നീ ബാപ്പാനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലേ, അല്ലാഹു വെറുതെ വിടൂല മോനെ, അല്ലാഹു വെറുതെ വിടൂല മോളെ. അത് നാളെ പരലോകത്തേക്ക് മാറ്റിവെക്കാതെ ഈ ദുന്യാവിൽ നിന്ന് തന്നെ അള്ളാഹു നമുക്ക് തരുന്നതാ. അതുകൊണ്ട് വിശുദ്ധമായ റമളാൻ, ഉമ്മയില്ലാത്ത റമളാനെന്ന് വിഷയം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, കഴിഞ്ഞ റമളാനിൽ ഉമ്മാന്റെ കൂടെ നമ്മളെ നോമ്പെടുത്തത്, കഴിഞ്ഞ റമളാനിൽ ഉമ്മാന്റെ കൂടെ നമ്മളെ നോമ്പ് തുറന്നത്, കഴിഞ്ഞ റമളാനിൽ ബാപ്പാന്റെ കൂടെ തറാവിക്ക് പള്ളിയിൽ പോയത്, കഴിഞ്ഞ റമളാനിൽ ബാപ്പാന്റെ കൂടെ നമ്മളെ നോമ്പ് തുറക്കാന് ഭക്ഷണം കഴിക്കാന് അടങ്ങി ഒതുങ്ങി മിണ്ടാതെ ഇരുന്നത്, അത്താഴത്തിന് എഴുന്നേൽക്കാന് മടി വരുന്ന സമയത്ത് പോലെ ഉമ്മ വന്ന് വിളിക്കുമ്പോൾ എഴുന്നേൽക്കാൻ മടിക്കുന്ന നമ്മള്, ബാപ്പ വന്ന് വിളിച്ചാല് ഒരു വിളിച്ചാല് പേടി കൊണ്ട് എഴുന്നേറ്റ് പോകുമല്ലോ നമ്മള്. ബാപ്പാക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ഉമ്മ നമ്മളെ സ്നേഹിച്ച് ജീവിതത്തിലെ ആരും തരാത്ത സ്നേഹം ഉമ്മ തരുമ്പോ അതിലേറെ സ്നേഹം തരാ ബാപ്പാക്ക് അറിയാഞ്ഞിട്ടല്ല, ബാപ്പാക്ക് സ്നേഹം തരാ കഴിയാഞ്ഞിട്ടല്ല. ഉമ്മയെ പോലെ ബാപ്പയും ചിലപ്പോ നമ്മളെ സ്നേഹിച്ചാല് നമ്മുടെ സ്വഭാവം അങ്ങാണ് ദുഷിച്ചു പോകുമോ? കാരണം പേടി വരണ്ടേ, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ അടിക്കാൻ വീട്ടിലൊരാള് വേണ്ടേ, നമ്മോട് നോമ്പെടുത്തിട്ടില്ലെങ്കിൽ നമ്മള് മോശം പ്രവർത്തനം ചെയ്യുമ്പോ നമ്മളെ പേടിപ്പിക്കാൻ വീട്ടിലൊരാള് വേണമല്ലോ. ആ പേടിപ്പിക്കൽ എന്തിന്റെ പേടിപ്പിക്കലാണ്? അത് സ്നേഹത്തോടുകൂടിയുള്ള പേടിയാ, സ്നേഹത്തോടുകൂടിയുള്ള അടിയാ, സ്നേഹത്തോടുകൂടിയുള്ള ദേഷ്യമാ. അതാണ് നമ്മുടെ ബാപ്പ നമ്മളെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബാപ്പാനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റോ? നമ്മുടെ ബാപ്പാനെ നമുക്ക് മറക്കാൻ പറ്റോ? ബാപ്പയില്ലാത്തൊരു ജീവിതം നമുക്ക് ആലോചിക്കാൻ പറ്റോ? പടച്ച റബ്ബേ, ഞങ്ങളെ ഉമ്മാക്കും ബാപ്പാക്കും നീ ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ, ആരോഗ്യം കൊടുക്കണേ റഹ്മാനെ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ബാപ്പ ദേഷ്യപ്പെടുമ്പോ സങ്കടപ്പെടേണ്ട ചെറുപ്പക്കാരാ, ഈ ബാപ്പാക്ക് എന്നോട് സ്നേഹമില്ല എന്ന് നീ മനസ്സിലാക്കണ്ട ചെറുപ്പക്കാരാ. ബാപ്പ എപ്പോഴും ദേഷ്യപ്പെടുകയാണ്, ബാപ്പാക്ക് എന്നോട് ഇഷ്ടമില്ല എന്ന് നീ മനസ്സിലാക്കണ്ട മോനെ. കേരളം തരിച്ചു പോയൊരു വാർത്ത നിങ്ങൾ കണ്ടില്ലേ? സ്വന്തം അച്ഛനെ കറയിൽ വിഷം പുരട്ടിയിട്ട് ആ പ്രിയപ്പെട്ട അച്ഛനിലെ ഭക്ഷണത്തിലൂടെ വിഷം പുരട്ടിയ കറി കൊടുത്തിട്ട് അച്ഛനെ കൊലപ്പെടുത്തിയ സങ്കടത്തിന്റെ ഒരു കഥ ഈ ഒരു മാസത്തിലാണ് കേരള കഥ കണ്ണീരോടെ കേരളത്തിലെ പ്രിയപ്പെട്ടവരാ
വാർത്ത അറിഞ്ഞത്. പ്രിയപ്പെട്ട അച്ഛനാ മോനെ ദേഷ്യപ്പെട്ടത് എന്തിനാ? മോന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. സ്വന്തം അച്ഛൻ അങ്ങനെ കൊലപാതകത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ മാത്രമാ പ്രിയപ്പെട്ട പൊന്നു മോനെ മനസ്സിനങ്ങനെ പാകപ്പെടുത്തിയെങ്കിലേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, സ്നേഹത്തോടെ ഞാൻ പറയാണ്, ഉമ്മാപ്പും ബാക്കാപ്പും ബാധ്യവളോട് നിങ്ങളെ സ്നേഹം കൊടുക്കുക, അവരെ നിങ്ങളെ അനുസരിക്കുക, അവരെ നിങ്ങളെ ഇഷ്ടപ്പെടുക. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, വഫിൽ ഖബരി മുനിസാ, വഫിൽ ഖബരി മുനിസാ. ഉമ്മയെ സ്നേഹിച്ചവരെ ദുനിയാവിലെ പരാജയപ്പെടൂല, പാപ്പയെ സ്നേഹിച്ചവരെ ദുനിയാവിലെ പരാജയപ്പെടൂല. മാത്രമല്ല ആരംഭ റസൂലുള്ള പഠിപ്പിക്കുകയാണ്, വഫിൽ ഖബരി മുനിസാ, നിങ്ങളെ ഒരിക്കലും അല്ലാഹു ഖബറിൽ ഒറ്റക്ക് കിടത്തൂല. ഉമ്മയുടെ ഇഷ്ടം വാങ്ങി മരിച്ച ചെറുപ്പക്കാരാ, ബാപ്പയുടെ ഇഷ്ടം വാങ്ങി മരിച്ച ചെറുപ്പക്കാരാ, വഫിൽ ഖബറി മുനിസാ. പെങ്ങളെ, നിന്റെ ഭർത്താവിന്റെ ഉമ്മയും മാപ്പയും നിന്റെ ഉമ്മയും മാപ്പയുമാണ് മോളെ. നിന്റെ ഉമ്മയെ പോലെ നിന്റെ ബാപ്പയെ പോലെ നിന്റെ ഉമ്മാനെ എങ്ങനെ കാണുന്നു അതുപോലെ നിന്റെ ഭർത്താവിന്റെ ഉമ്മയെ കാണുക. നിന്റെ ബാപ്പയെ എങ്ങനെ കാണുന്നു അതുപോലെ നിന്റെ ഭർത്താവിന്റെ ബാപ്പയെ കാണുക. അങ്ങനെ കണ്ട് നല്ല ഒരു മോളായിട്ട് നീ മരിച്ചാൽ, നല്ല ഒരു മരുമകനായിട്ട് നീ മരിച്ചാൽ, നല്ല ഒരു മരുമകളായി നീ മരിച്ചാലേ, നല്ല ഒരു മോനായിട്ട് നീ മരണപ്പെട്ടാൽ, വഫിൽ ഖബറി മുനിസാ, വഫിൽ ഖബറി മുനിസാ. ആരാന് വരാനില്ലാതെ ഖബറിന്റെ അകത്ത് നീ ഒറ്റയ്ക്ക് കിടക്കുമ്പോ ആ ഖബറിന്റെ അകത്ത് അല്ലാഹു നിനക്ക് കൂട്ടുകാരനെ തരും. ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്ക് കൂട്ടുകാരനെ തരും. പെങ്ങളെ, എന്ത് വേണോ? ഉമ്മയെ വേദനിപ്പിക്കാതെ ബാപ്പയെ വേദനിപ്പിക്കാതെ മരിച്ചുപോയ മക്കളാണോ, അവരെ ഖബറിൽ അല്ലാഹു അവരെ വേദനിപ്പിക്കൂല. പരലോകത്ത് അല്ലാഹു അവരെ വേദനിപ്പിക്കൂല. എന്തേ റബ്ബേ, ഈ മനുഷ്യന് മാത്രം ഖബറിന്റെ അകത്ത് ഇത്രത്തോളം വലിയ മനോഹരമായ ദറജ കൊടുക്കാൻ കാരണം എന്താണെന്ന് അല്ലാഹുവിനോട് മാലാഖമാര് ചോദിക്കുന്ന സമയത്ത് പടച്ച തമ്പുരാന് മലക്കിനോട് മറുപടി പറയുന്നത് എന്താണെന്നറിയോ? അവന്റെ ഖബറിലെ മലക്കേനി അദാബ് കൊടുക്കല്ല, അവന്റെ ഖബറിൽ മലക്കേനി അദാബ് കൊടുക്കല്ല. അവന് വേണ്ടി അവന്റെ ഉമ്മ ദുആന്നിട്ടുണ്ട് മലക്കുകളെ, അവൾക്ക് വേണ്ടി അവളെ ബാപ്പ ദുആന്നിട്ടുണ്ട് മലക്കുകളെ. ഉമ്മാനെ ബാപ്പാനെ വേദനിപ്പിക്കാതെ സ്നേഹം കൊടുത്ത് സന്തോഷം കൊടുത്ത് ഈ പരിശുദ്ധമായ റമദാനിൽ ഉമ്മാക്കും ബാപ്പാക്കും ഖിദ്മത്തെടുത്ത് ഈ പവിത്രമായ റമദാൻ കഴിഞ്ഞ് പരിശുദ്ധമായ ചെറിയ പെരുന്നാളിൽ ഉമ്മാക്ക് നല്ല വസ്ത്രം വാങ്ങിക്കൊടുത്ത് ബാപ്പാക്ക് നല്ല വസ്ത്രം വാങ്ങിക്കൊടുത്ത് ഉമ്മാനെ ഉംറക്ക് കൊണ്ടുപോയി ബാപ്പാനെ ഉംറക്ക് കൊണ്ടുപോയി ഉമ്മാക്കും ബാപ്പാക്കും ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾക്കൊക്കെ മാപ്പ് പറഞ്ഞ് ഉമ്മയെയും ബാപ്പയെയും പൊന്നുപോലെ 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 തങ്കക്കുടം പോലെ കൊണ്ട് നടന്ന മോനാ. ഉമ്മയുടെ ബാപ്പയുടെ പൊരുത്തത്തോടെ ജീവിച്ച് മരിച്ച മോളാ. അവരെ ഖബറിലെ ഒരിക്കലും നീ ശിക്ഷ കൊടുക്കരുത്, അവരെ ഖബറിന്റെ അകത്ത് ഇരുട്ട് കൊടുക്കരുത്, അവരെ ഖബറിന്റെ അകത്ത് പ്രയാസം കൊടുക്കരുത്. വഫിൽ ഖബരി മുനിസാ, ആ ഖബറിലേക്ക് ഒരു നേരം പോക്കാക്കണേ മലക്കുകളെ, ആ ഖബറിലേക്ക് നിങ്ങൾ വെളിച്ചം തുറന്നു കൊടുക്കണേ മലക്കുകളെ. പടച്ചവനെ പടച്ചവനെ, ചരിത്രം പറയുകയാ, ഉമ്മാന്റെ പൊരുത്തത്തോടെ മരിച്ച ചെറുപ്പക്കാരാ, പാപ്പാന്റെ പൊരുത്തത്തോടെ മരിച്ച ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്, നമ്മളെ മരണപ്പെട്ട് കഴിഞ്ഞാ നമ്മുടെ ഖബറിന്റെ അകത്തേക്ക് ഉമ്മയെ ബഹുമാനിച്ച കാരണം കൊണ്ട് ബാപ്പയെ ബഹുമാനിച്ച കാരണം കൊണ്ട് അല്ലാഹു
നമ്മളെ ഖബറില് നമ്മളെ ഒറ്റക്കാക്കാതെ നമുക്ക് നേരം പോക്കിന് ഒരുപാട് സുഹൃതങ്ങളെ ഖബറിൽ തരുമെന്ന് പഠിപ്പിക്കുന്നതാരാ? ആരംഭ റസൂലേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ ഉമ്മയെയും ബാപ്പയെയും നല്ലതുപോലെ സ്നേഹിക്കണോ. പിണങ്ങി നിൽക്കുന്നവരുണ്ടാവാൻ പാടില്ല. എന്റെ മാളുകൾക്കൊന്ന് ആരെങ്കിലും ഉമ്മാനോട് പിണങ്ങിയവരുണ്ടെങ്കില്, ബാപ്പയോട് പിണങ്ങിയവരുണ്ടെങ്കില്, ഭർത്താവിന്റെ ഉമ്മയോട് ബാപ്പയോട് പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കില്, ഭാര്യയുടെ ഉമ്മയോട് ബാപ്പയോട് പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കില് സ്നേഹത്തോടെ പറയാ, സ്നേഹത്തോടെ പറയാ, ഈ റമദാൻ കഴിയുമ്പോഴേക്ക് മിണ്ടണം ചെറുപ്പക്കാരാ. ഈ റമദാൻ കഴിയുമ്പോഴേക്ക് ഒരുമിക്കണേ പെങ്ങളെ. ഈ പിണക്കങ്ങളൊക്കെ എങ്ങോട്ടാ നിങ്ങളെ കൊണ്ടുപോകുന്നത്? തമ്മിൽ പിണങ്ങി കഴിഞ്ഞിട്ട് എന്ത് സൗഭാഗ്യമാണ് നിങ്ങൾക്ക് നേടാനുള്ളത്? പരസ്പരം പാര വെച്ചിട്ട് ഏത് സ്വർഗത്തിലാ നിങ്ങളെ കടക്കാൻ പോകുന്നത്? പരസ്പരം ഗീബത്തും നമീമത്തും പറഞ്ഞ് കുറ്റവും കുറവും പറഞ്ഞ് കുടുംബം തെറ്റിച്ച് പിശാചിനെ പോലെ നടന്നിട്ട് ഏത് സ്വർഗത്തിന്റെ കവാടം ഏത് മലക്കാ നിങ്ങൾക്ക് തുറന്നു തരാൻ പോകുന്നത്? അതുകൊണ്ട് പരസ്പരം തെറ്റിക്കുന്ന പരിപാടി നിർത്തണം പ്രിയപ്പെട്ടവരെ. നമ്മളിൽ ആർക്കെങ്കിലും അങ്ങനത്തെ ദുസ്വഭാവമുണ്ടെങ്കിൽ, കുടുംബം തെറ്റിപ്പിക്കുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ, മാതാപിതാക്കളെയും മക്കളെയും തെറ്റിപ്പിക്കുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ, കൂട്ടുകുടുംബത്തെ തമ്മിൽ പിണക്കുന്നവര് അടുപ്പമുള്ളവരുമായിട്ട് അടുപ്പം കുറച്ചകലയാക്കാൻ വേണ്ടി കുറ്റവും കുറവും പറഞ്ഞു നടക്കുന്ന ദുഷിച്ച സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ വിശുദ്ധമായ റമദാനിൽ അതെല്ലാം മാറ്റിവെച്ചിട്ട്, ഇല്ല റബ്ബേ ഇനി ഒരിക്കലുമില്ല അല്ലാ, ഇനി എന്റെ ജീവിതത്തിൽ ഒരാളോട് പിണക്കമില്ല അല്ലാ, ഇനി എന്റെ പിണങ്ങിൽക്കുള്ള ഉമ്മാനോട് ഞാൻ മിണ്ടുകയാണ് അല്ലാ. വർഷങ്ങളായി പിണങ്ങി നിന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് ബാപ്പയോട് ഈ പെരുന്നാളിൽ ഇൻഷാ അല്ലാഹ് എന്റെ ഉമ്മാന്റെ കൂടെ എനിക്ക് പെരുന്നാൾ ആഘോഷിക്കണോ, എന്റെ ബാപ്പാന്റെ കൂടെ നമുക്ക് പെരുന്നാൾ ആഘോഷിക്കണോ? ചെറുപ്പക്കാരാ, ഈ പെരുന്നാളിൽ ഉമ്മാന്റെ കൂടെയുള്ള പെരുന്നാൾ നിങ്ങൾക്ക് വേണം ബാപ്പമാരെ, പെങ്ങളെ, മക്കളെ, എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ. ഈ വിശുദ്ധമായ പെരുന്നാൾ ഉമ്മയുടെ കൂടെയുള്ള പെരുന്നാളാവട്ടെ, ബാപ്പയുടെ കൂടെയുള്ള പെരുന്നാളാവട്ടെ, വലിയുമ്മാന്റെ കൂടെ വലിയുപ്പാന്റെ കൂടെയുള്ള പെരുന്നാളാവട്ടെ. ഈ പെരുന്നാളിൽ ഉമ്മാക്ക് നിങ്ങളെ വക ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുക, ഈ പെരുന്നാളിന് ബാപ്പാക്ക് നിങ്ങളെ വക ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുക, ഈ പെരുന്നാൾക്ക് വലിയുമ്മാക്ക് നിങ്ങളെ വക ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുക, ഈ പെരുന്നാളിന് വലിയുപ്പാക്ക് നിങ്ങളെ വക ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുക. അങ്ങനെ സന്തോഷത്തിന്റെ ഒരു പെരുന്നാളായി, സ്നേഹത്തിന്റെ ഒരു പെരുന്നാളായി. പിണങ്ങി നിൽക്കുന്നവരെല്ലാം ഇണങ്ങുന്ന, മാറി നിൽക്കുന്നവരെല്ലാം അടുത്തവരല്ല. പരസ്പരം പിണങ്ങിപ്പോയവരുടെ മനസ്സിലേക്ക് അല്ലാഹു ഈമാനിന്റെ പ്രകാശം കൊടുത്ത് എല്ലാവരും സ്നേഹത്തോടെ സന്തോഷത്തോടെ കൂട്ടിപ്പിടിക്കുന്ന പെരുന്നാളാവാ. ഈ പെരുന്നാള് അങ്ങനത്തെ ഒരു പെരുന്നാളാവണോ? അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇല്ലെങ്കില് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മാറ്റം വന്നിട്ടില്ലെങ്കിൽ അടുത്ത വർഷത്തെ റമദാനിൽ കൈകടിച്ച് കരയേണ്ടി വരും ചെറുപ്പക്കാരാ. ഇത് എന്റെ ഉമ്മയില്ലാത്ത ആദ്യ റമദാനാണല്ലോ. നെഞ്ഞത്ത് കൈവച്ച് പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ടല്ലോ, എന്റെ ഉമ്മയില്ലാത്ത പെരുന്നാളാ, എന്റെ ബാപ്പയില്ലാത്ത പെരുന്നാളാ, എന്റെ ഉമ്മയില്ലാത്ത റമദാൻ, എന്റെ ബാപ്പയില്ലാത്ത റമദാൻ. കഴിഞ്ഞുപോയ കാലം തിരിച്ചു വരുമെന്ന് നമ്മൾ കരുതണ്ട, കഴിഞ്ഞുപോയ സുഹൃതങ്ങൾ തിരിച്ചു കിട്ടുമെന്ന് നമ്മൾ കരുതണ്ട. സ്നേഹത്തോടെ സന്തോഷത്തോടെ പരസ്പരം പൊരുത്തം ചോദിച്ച് പരസ്പരം പൊരുത്തം വാങ്ങിയിട്ട് എല്ലാവരെയും സ്നേഹിക്കാനുള്ള മനസ്സ്, എല്ലാവരെയും ആദരിക്കാനുള്ള മനസ്സ്, എല്ലാവരെയും ഇഷ്ടപ്പെടാനുള്ള മനസ്സ്, എല്ലാവരെയും ബഹുമാനിക്കാനുള്ള മനസ്സ്. അങ്ങനെ സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ ഇഷ്ടത്തിന്റെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങാതെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളില്ലാതെ, പരസ്പരം ഒരാൾക്കും പാരവെക്കാതെയുള്ള ജീവിതം പടച്ചവനെ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്.
നമ്മൾ തീരുമാനിക്കാം ഈ പെരുന്നാളിൽ. ഇനി ഉമ്മയും ബാപ്പയും മരിച്ചുപോയി ഉസ്താദെ എന്ത് ചെയ്യും? അവർക്ക് വേണ്ടി എപ്പോഴും നമ്മൾ ദ്വാരിക്കാം. ഉമ്മാക്ക് വേണ്ടി ബാപ്പാക്ക് വേണ്ടി എപ്പോഴും നമ്മൾ ദ്വാരിക്കാം. അള്ളാഹു നമ്മുടെ ഉമ്മാക്ക് സ്വർഗം കൊടുക്കട്ടെ, അള്ളാഹു നമ്മുടെ ബാപ്പാക്ക് സ്വർഗം കൊടുക്കട്ടെ. ഇതൊക്കെ പറയുമ്പോ പലപ്പോഴും കണ്ണീരോടെ ചില ആളുകൾ കരഞ്ഞുകൊണ്ട് ചിന്തിക്കുന്നുണ്ടാവും, എന്റെ ഉമ്മ എന്റെ കൂടെ ഇല്ലല്ലോ, എന്റെ ബാപ്പ എന്റെ കൂടെ ഇല്ലല്ലോ അല്ലേ? നമ്മൾ അവർക്ക് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം. എന്ത് ചെയ്യാണെങ്കിലും ഉമ്മാന്റെ പേരിൽ, എന്ത് ചെയ്യാണെങ്കിലും ബാപ്പന്റെ പേരിൽ നമ്മൾ ചെയ്യാം. എന്ത് ദാനധർമ്മം ചെയ്യുകയാണെങ്കിലും എന്നും അവർക്ക് വേണ്ടിയിട്ടൊരു ഫാത്തിഹ ഓതുക. ഓലെ ഇടക്കിടക്ക് നിങ്ങൾ സിയാറത്ത് ചെയ്യുന്നുണ്ടോ? മക്കളെ നിങ്ങളോടാ പറയണത്. മരിച്ചുപോയ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ മക്കളോടാണ് ഇനി പറയുന്നത്. നിങ്ങൾ എല്ലാ ദിവസവും പറ്റുമെങ്കിൽ, അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഇടക്കിടക്ക് നിങ്ങൾ അവരെ പോയി സിയാറത്ത് ചെയ്ത് അവർക്ക് വേണ്ടി ദുആരിക്കുന്നുണ്ടോ? അതേ പ്രകാരം അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതുന്നുണ്ടോ? അവർക്ക് വേണ്ടി ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ദാനധർമ്മം ചെയ്യുന്നുണ്ടോ? ഓലെ കാവര് അള്ളാഹു എന്നും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും, ഉറപ്പാ. നോട്ട് ദ പോയിന്റ്. മറക്കണ്ട എന്ന് പോലെ പോയി സിയാറത്ത് ചെയ്യാം പറ്റുമെങ്കിൽ. ഇല്ലെങ്കിൽ നമ്മളിപ്പോ ഗൾഫിലേക്കാരോ എന്നാ എന്ന് ഓൽക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതുക. എന്നും ഓല ആ ഒരു തെർബിയത്ത്, ഓല മരണശേഷം ഓല ആ ഒരു പൊരുത്തം നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം. നമ്മളെ നോക്കാത്ത ഉമ്മയാണ്, അല്ലെങ്കിൽ നമ്മളെ നോക്കാത്ത ബാപ്പയാണ്. ഉമ്മയും ബാപ്പയും അത് ഉമ്മയും ബാപ്പന്നല്ലേ, അത് ഉമ്മയും ബാപ്പന്നല്ലേ. അതുകൊണ്ട് മക്കളോട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ ഉമ്മാനെ നിങ്ങളെ ബാപ്പാനെ എപ്പോഴും പോയി സിയാറത്ത് ചെയ്യിപ്പിക്കണം. ഒരാണ്ടൊക്കെ വരുമ്പോ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് മൗലിദൊക്കെ ഓതി ഖുർആനൊക്കെ ഓതി അവർക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കണം. മക്കളോട് പറയാം, മോനെ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോ ഉമ്മാന്റെ കബറിങ്ങ പോണട്ടോ, വല്യമ്മാന്റെ കബറിങ്ങ പോണട്ടോ, അങ്ങനെ പറഞ്ഞ് ശീലാക്കിയാലേ ആ മക്കള് നമ്മളെ കബറിങ്ങ വരുള്ളൂ. അപ്പോഴേ ആ മക്കൾക്ക് അറിയുള്ളൂ ഇങ്ങനെയൊക്കെ പോകണം, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നല്ല. ധാരാളം സൽക്കർമ്മങ്ങൾ ഉമ്മാന്റെ ബാപ്പന്റെ പേരിൽ നമ്മൾ ചെയ്യാം. അള്ളാഹുലൊക്കെ ഖബർ സ്വർഗ്ഗപൂന്തോപ്പാക്കട്ടെ. വിശുദ്ധ റമദാനിലെ എല്ലാവരും സ്വന്തം ഉമ്മാന്റെ പേരിൽ, സ്വന്തം ഉപ്പാന്റെ പേരിൽ നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾ അറിവിനിലാവിന്റെ യതീമക്കളുടെ സ്നേഹ വീട്ടിലേക്ക് നിങ്ങൾ നേർച്ചയാക്കിക്കൊള്ളി. അറിവിനിലാവ് കാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ നേർച്ചയാക്കിക്കൊള്ളി. ഒരു മോനെ പോലെ ഇൻഷാ അല്ലാഹ് ഞാൻ ദുആയിരിക്കും, എപ്പോഴും ദുആയിരിക്കും. നിങ്ങൾ നേർച്ചയാക്ക റമദാനിൽ പറ്റുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുക. പറ്റുന്ന സമയത്ത് അതിന്റെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിലുകളൊക്കെ ഉണ്ട്. അറിവിനിലാവ് ഓഫീസിൽ നിങ്ങൾക്ക് കൊടുക്കാം. മരിച്ചുപോയ ഉമ്മാന്റെയും ബാപ്പന്റെയും പേരിൽ, ജീവിച്ചിരിക്കുന്ന ഉമ്മന്റെയും ബാപ്പാന്റെയും പേരിൽ. ഞാൻ നൽകുന്നതൊക്കെ എൻ്റെ ഉമ്മാനിപ്പന്റെയും പേരിലേ ഞാൻ നൽകാറുള്ളൂ. ഏത് നൽകുകയാണെങ്കിലും ഉമ്മന്റെയും ബാപ്പന്റെയും പേരിലാണ്. എന്ത് നൽകുകയാണെങ്കിലും, കാരണം ഓലെ കൊണ്ട് നമ്മൾ വിജയിക്കും, ഉറപ്പാണ് വിജയിക്കും. ഒരാളെ മുമ്പിൽ നിങ്ങൾ പരാജയപ്പെടൂല, ഒരാളെ മുമ്പിലും പരാജയപ്പെടില്ല. നിങ്ങളെ പരാജയപ്പെടുത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നോക്കിയാലും നിങ്ങൾ തോൽക്കൂല. കാരണം എന്താ അറിയോ? ഉമ്മാനെയും ബാപ്പാനെയും വിടരുത്, ഉമ്മാനെയും ബാപ്പാനെയും ഉസ്താദുമാരെയും വിടരുത്. മനസ്സിലാക്കുക. ഉമ്മാനെയും ബാപ്പാനെയും ഉസ്താദുമാരെയും വിടാതെ നിങ്ങളെ പിടിച്ചാല് ഓലെ പൊരുത്തം ഓലെ മുന്നിൽ പോയി കണ്ട് ആളായാലല്ല ഓലെ പൊരുത്തം കിട്ടുക. ഓലെ മനസ്സുകൊണ്ട് നല്ലോണം സ്നേഹിക്കുക. ഓല് പഠിപ്പിച്ചു തന്നതിന് രഹസ്യമായിട്ടും പരസ്യമായിട്ടും എതിര് ചെയ്യാതിരിക്കുക. ഓൽക്ക് വേണ്ടിയിട്ട് മനസ്സറിഞ്ഞ് ദ്വാരിക്കുക. ഈ ഒരു പിടിവള്ളി നിങ്ങളെ കയ്യിലുണ്ടോ? ഈ ഒരു പിടിവള്ളി നിങ്ങളെ കയ്യിലുണ്ടോ? നിങ്ങളെ നേരെ വാളെടുത്തവൻ ആ വാൾ അവിടെ താഴ്ത്ത് വെക്കാന്നല്ലാതെ ഒരു രക്ഷയുണ്ടാവില്ല, ഒരു രക്ഷയുണ്ടാവില്ല. നിങ്ങളെ തകർക്കാന് എന്തെല്ലാം എങ്ങനെയൊക്കെ വഴിയുണ്ടോ അതൊക്കെ ആളുകൾ എന്ത് ചെയ്യും? അതൊക്കെ ആളുകളെ മനസ്സങ്ങനെയാണ്, ആളുകളെ മനസ്സങ്ങനെയാണ്. ചില ആളുകളെ മനസ്സങ്ങനെയാണ്. തകർക്കാൻ എന്തൊക്കെയേ വഴിയുണ്ടോ അതൊക്കെ ഉപയോഗപ്പെടുത്തും. എല്ലാം ഒരു ചാൻസ് കിട്ടിയാൽ മതി, എല്ലാം ഉപയോഗപ്പെടുത്തും. പക്ഷെ ഉമ്മാനി ബാപ്പാനി പൊരുത്തണ്ടെങ്കിൽ മക്കളെ പരാജയപ്പെടൂല. പരാജയത്തിലേക്ക് നമ്മൾ പോകൂല, പരാജയത്തിലേക്ക് നമ്മൾ പോകൂല, പരാജയത്തിലേക്ക് നമ്മൾ പോകൂല. ഈ അടുത്തൊരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്, അൽഹംദുലില്ലാ, ഞാൻ പേരൊന്നും പറയില്ല, ഓൻ വലിയ കൂട്ടുകാരനായിക്കണം എൻ്റെ കൂടെ. ഇപ്പൊ വലിയ കൂട്ടുകാരനാണ്. പഴയ കാലത്ത് തോന്നിയതുപോലെ ജീവിച്ചു നടന്ന ചെറുപ്പക്കാരനാണ്. അങ്ങനെ
അൽഹംദുലില്ലാ ഇപ്പോ നന്നായി. ഇപ്പൊ വള്ളടിയൊക്കെ നിർത്തി നല്ല റാത്തായി. അവനോട് നല്ല കമ്പനിയായി, ഞാൻ നല്ല കമ്പനിയായി. അപ്പൊ അവന്റെ ലൈഫൊക്കെ ചോദിച്ചറിയും, എല്ലാം ചോദിച്ചറിയും. അപ്പൊ പറഞ്ഞു എന്നോട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാളൊക്കെ ചോദിച്ചറിയണേ. അപ്പൊ എല്ലാം ചോദിച്ചറിഞ്ഞു. അപ്പൊ ഇങ്ങനെ പടക്കാവല്ല കാരണം എന്താ? അവന്റെ ഉമ്മാന്റെ ഒരു കുരുത്തക്കേടാണ്. ഉമ്മാന്റെ കുരുത്തക്കേട് ഞാൻ ചോദിച്ചു, എനിക്ക് എന്താണ് പ്രശ്നം, ഈ ഉമ്മയും ബാപ്പയ്ക്ക് എന്താണ് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അപ്പൊ എല്ലാം പറയലോ. നമ്മൾ ഒരാളോട് അടുത്തിരുന്നാല്, നമ്മൾ ഒരാളെ സങ്കടം കേൾക്കാതിരുന്ന പോലെ എല്ലാ സങ്കടവും നമ്മളോട് പറയലോ. നമ്മള് നമ്മൾ നന്നാവണം പോലെ നമ്മൾ സങ്കടം മാറണം എന്ന് നിയത്ത് വെച്ചിട്ടിരിക്കണം. അങ്ങനെ അൽഹംദുലില്ലാ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു മോനെ പറയുന്നോണ്ടൊന്നും കരുതരുത്, എനിക്ക് അന്ന് ജുമ്മാനോട് ചെയ്ത ഒരു കാര്യവും പറഞ്ഞു, അതിന്റെ കുരുത്തേക്കേടെ കാര്യം. ഇനിയിപ്പൊ അതിനെന്താ മാർഗം ഉസ്താദേ? ഉമ്മ മരിച്ചുപോയി, ഉമ്മാക്ക് കിഡ്നി തകരാറിലായി, അവന്റെ ഉമ്മ മരണപ്പെട്ടു പോയി. അള്ളാഹു ഉമ്മാക്ക് സ്വർഗം കൊടുക്കട്ടെ, അള്ളാഹു ഉമ്മാക്ക് സ്വർഗം കൊടുക്കട്ടെ. അവന്റെ ഉമ്മാക്ക് കിഡ്നി തകരാറിലായിട്ട് മരണപ്പെട്ടതാണ്. ഉമ്മ കുറെ ദൂരെയാണ് കേട്ടോ, ഇവിടെ നിന്നല്ല, കുറെ ദൂരെയാണ്. അവര് പിന്നെ ഇവിടെ ജോലിക്ക് വന്നിട്ടാണ് എന്നെ ഇവിടെ പരിചയപ്പെട്ടത്. ഇവിടെ ഈ ഭാഗത്ത് എവിടെയോ ഞങ്ങളെ നാട്ടില് പരിസരത്ത് ജോലി ചെയ്യണം. ഇതൊരു മരപ്പണിക്കാരനാണ്. ഇവിടെ നിന്നല്ല, നമ്മളെ കേരളത്തിന്റെ ആ തലക്കാണ്, മധുര ഭാഗത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു നോമ്പിന് പോകണുണ്ടോ, നാട്ടിലേക്ക് പോകണുണ്ടോ? നോമ്പിന് ഞാൻ നാട്ടിലേക്ക് പോയാൽ ചിലപ്പോൾ സ്വീപ്പാവും പറഞ്ഞു. അവൻ ഇവിടെ നിന്നോ, എന്നിട്ട് ഇടക്കിടക്കും അവനായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, ഇടക്കിടക്ക് അവനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാ പള്ളിയിലൊക്കെ ഇപ്പൊ പോവാറുണ്ട്. ഇനി ഉമ്മാന്റെ അടുക്കൽ പോകണം. അവനോട് പറഞ്ഞു ഉമ്മാന്റെ അടുക്കൽ പോകണം. നാട്ടിൽ പോയിട്ട് തോനെ നിൽക്കണ്ട, ഒരുപാട് നിന്നാൽ ചിലപ്പം പടക്കാവും, പഴയ ശൈലിക്ക് തന്നെ പോകും. ഉമ്മാന്റെ അടുക്കൽ പോകണം. ഉമ്മാന്റെ അടുക്കൽ പോയിട്ട് ഉമ്മാന്റെ കബറിനെ പോയിട്ട് ഇത് നന്നാക്കി കരയണം, നന്നാക്കി പൊരുത്തം വാങ്ങണം. അവന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ ഭയങ്കര കുറ്റബോധമുണ്ട്. ഈ കുറ്റബോധം വരുന്നെ എന്താണ്? നല്ല മനസ്സിന്റെ ഉടമകൾക്ക് കുറ്റബോധം വരുള്ളൂ. നല്ല മനസ്സിന്റെ ഉടമകൾക്ക് കുറ്റബോധം വരുള്ളൂ. എത്ര വളർന്നാലും പണ്ടൊരു ചൊല്ലുണ്ടല്ലോ, കുന്നുൽങ്ങിയാലും കുഞ്ഞാത്ത ഉൽങ്ങൂല. ഇനിയിപ്പോ കുഞ്ഞാത്തുകൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇന്നോട് ദേഷ്യം പിടിച്ചിട്ടോ, നിങ്ങളല്ല പറഞ്ഞത്, അതൊരു പൈഞ്ചൊല്ല് പറഞ്ഞതാണ്, പേര് പറയാനും പേടിയാപ്പോ. അത് ഇന്നെ പറഞ്ഞത് നിങ്ങളല്ല, സോറി 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 സോറി. കുന്നു ഉൽങ്ങിയാലും ആര് ഉൽങ്ങിയാലും അങ്ങനെ പൈഞ്ചൊല്ലുണ്ടല്ലോ. അതേമാർക്ക് ഖേദം വരാത്ത ആളുകളുണ്ടാവും, അതുപോലെ പറഞ്ഞിട്ട് കാര്യമില്ല. ഖേദം വരണം, സങ്കടങ്ങൾ. ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ, ഞാൻ എൻ്റെ ഉമ്മാനോട് അങ്ങനെ ചെയ്തു പോയല്ലോ, ഞാൻ എൻ്റെ ബാപ്പാനോട് അങ്ങനെ ചെയ്തു പോയല്ലോ, അല്ലാ ആ ഒരു ടെൻഷൻ വരണം. എന്നിട്ട് ഉമ്മാനും ബാപ്പാനും കബറിങ്ങ പോയി ഓൽക്ക് വേണ്ടി ദ്വാരിക്കുക, ഓൽക്ക് വേണ്ടി ദ്വാരിക്കുക, ഓൽക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യാം, ഓൽക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യാം. അതാ പറഞ്ഞു വരുന്നത്. ഓൽക്ക് വേണ്ടി നേർച്ചയേക്കാം, എത്തിയ മക്കൾക്ക്, പാവങ്ങൾക്ക്, കാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക്, നിങ്ങളെ വീട്ടിലുള്ളവർക്ക്, നിങ്ങളെ അയൽവാസികൾക്ക്, നിങ്ങളെ നാട്ടിലെ, നിങ്ങളെ മഹല്ലത്തിലുള്ള ഉസ്താദുമാർ, നിങ്ങളെ മദ്രസയിലുള്ള ഉസ്താദുമാർക്ക്. അൽഹംദുലില്ലാ നമ്മൾ അൽഹംദുലില്ലാ നമ്മുടെ മക്കള്, ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, നമ്മ മക്കള് പരീക്ഷയിൽ നല്ല മാർക്കിൽ വിജയിച്ചില്ലേ? അൽഹംദുലില്ലാ. ഒരുപാട് മദ്രസകളുടെ അഭിനന്ദന പോസ്റ്ററുകൾ കണ്ട്, കമ്മിറ്റിക്കാരുടെ അഭിനന്ദന പോസ്റ്ററുകൾ കണ്ട്, ക്ലബിന്റെ കൂട്ടുകാരുടെ, യുവാക്കളുടെ കൂട്ടായ്മകളുടെ പ്രസ്ഥാനത്തിന്റെ ഒരുപാട് അഭിനന്ദനത്തിന്റെ പോസ്റ്ററുകൾ നമ്മൾ കണ്ടു. അൽഹംദുലില്ലാ സന്തോഷമുണ്ട്. നമ്മുടെ മക്കൾക്ക് സമ്മാനങ്ങൾ കൊടുക്കണം. മക്കളെ ഇനിയും പഠിക്കണം. പഠനത്തോടെ പൊതുപരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങി, അതല്ലെങ്കിൽ സാധാരണ ഒരു എക്സാമിൽ നല്ല മാർക്കോടെ നല്ല റാഹത്തിൽ മക്കൾ ജയിച്ചു, അവർക്ക് സമ്മാനം കൊടുക്കണം. മൊബൈൽ വാങ്ങി കൊടുക്കാൻ അതല്ല പറഞ്ഞത്. നല്ല സമ്മാനങ്ങൾ, പ്രോത്സാഹനങ്ങൾ നമ്മൾ കൊടുക്കണം. കൂട്ടത്തില് ആ മക്കളെ പഠിപ്പിച്ച് ആ നിലയിലാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട മദ്രസയിലെ ഉസ്താദുമാർ, അവർക്ക് ഓരോ രക്ഷിതാക്കളും കൊടുക്കണം. ഓരോ രക്ഷിതാക്കളും കൊടുക്കണം. ഓരോ രക്ഷിതാക്കളും സ്നേഹം കൊണ്ട് പറയാണ്, സ്നേഹം കൊണ്ട് പറയാണ്. നമ്മുടെ മക്കളെ ആ രൂപത്തിലൊക്കെ പഠിപ്പിച്ച് അങ്ങനെയൊക്കെ നല്ല റാഹത്തിലാക്കിയെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാര്, നമ്മുടെ നഴ്സറിയിൽ പഠിപ്പിച്ച ടീച്ചർമാര്, ഇപ്പൊ എന്നൊക്കെ നഴ്സറിയിൽ പഠിപ്പിച്ച ടീച്ചർമാര് ഇപ്പോഴും എന്റെ ഓഫീസിൽ എന്നെ കാണാൻ വരുമ്പോൾ ഞാൻ അവരെ വരി നിർത്താറില്ല. അവരെ കണ്ട ഞാൻ മുൻഭാഗത്തേക്ക് ആക്കലാണ്. കാരണം എന്താ, ഓല് അവരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു പുഷ്പ ടീച്ചറുണ്ട്, മറിയമ്മ ടീച്ചറുണ്ട്, പുഷ്പ ടീച്ചറുണ്ട്, ഞങ്ങളെ പഠിപ്പിച്ച, ഞങ്ങളെ നാട്ടിലെല്ലാവരും പഠിപ്പിച്ച ടീച്ചർ. എന്തോ ഒരു സ്നേഹമാണ്, അന്നും ഇന്നും എന്നും വല്ലാത്ത സ്നേഹമാണ്. ടീച്ചർ ഇപ്പൊ പിരിയാണ്, നഴ്സറിയിൽ നിന്ന് ഈ വർഷം പിരിയാണ്. ക്ഷണിച്ചിട്ടുണ്ട്, പോണം.
നമ്മളെ മക്കളെ പോലെ കൊണ്ടു നടന്ന നമ്മുടെ അധ്യാപകന്മാര്, നമ്മുടെ സ്കൂളിലും കോളേജിലും മദ്രസയിലൊക്കെ പഠിച്ച സമയത്ത് നമുക്ക് സ്നേഹം നിന്ന് നമുക്ക് എല്ലാം തന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ അധ്യാപകര്, നമ്മുടെ ടീച്ചർമാര്, നമ്മുടെ ഉസ്താദന്മാര്, അവരൊന്നും മറക്കരുത്. അവർക്കൊക്കെ നല്ല സഹായങ്ങള്, നല്ല സംഭാവനകള്, നല്ല സമ്മാനങ്ങള് നിങ്ങൾ എന്ത് ചെയ്യണം? കൊടുക്കണം. മക്കളൊക്കെ പഠിപ്പിച്ച് ആ രൂപത്തിലാക്കിയില്ലേ? പടച്ചോനെ, ഞങ്ങളൊക്കെ മക്കളെ നല്ല നിലയിലാക്കണേ അല്ലാ, നല്ല നിലയിലാക്കി തരണേ അല്ലാ, നല്ല നിലയിലാക്കി തരണേ അല്ലാ, നല്ല നിലയിലാക്കി തരണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഉമ്മയില്ലാത്ത റമദാൻ ഒരുപാട് ഇനിയും പറയാണ്ട്. ഉമ്മയെ കുറിച്ച്, ബാപ്പയെ കുറിച്ച് ഇനിയും ഒരുപാട് പറയാണ്ട്. അല്ലാഹുവേ, ഞങ്ങൾ ഉമ്മാക്ക് നീ സ്വർഗം കൊടുക്കണം അല്ലാ, ഞങ്ങളെ ബാപ്പാക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, ഞങ്ങളെ ബാപ്പാക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഉമ്മാന്റെ പേരില് ബോസ് ഖാദർ ഖാന്റെ പ്രിയപ്പെട്ട ഉമ്മ ഖബറിലാണ്. യതീമക്കൾക്ക് 25,000 രൂപ പ്രിയപ്പെട്ട ബോസ് ഖാദർ ഖാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു ബോസ് ഖാദർ ഖാന്റെ ഉമ്മന്റെ ഖബർ അല്ലാഹു സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ, വിശാലമാക്കി കൊടുക്കട്ടെ. ആ സ്വതക്ക കാരണം ആ മകനും ആ കുടുംബത്തിനും അല്ലാഹു എന്നും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കട്ടെ. കണ്ണിന്റെ തിമിരം പെട്ടെന്ന് നീ മാറ്റി കൊടുക്കണേ അല്ലാ. അങ്ങനെ ഞങ്ങളെ മജ്‌ലിസ് കേട്ട് കഴിഞ്ഞ കാലങ്ങളിൽ യതീമക്കൾക്ക് നേർച്ചകൾ തന്ന എത്രയോ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരുണ്ട്. പടച്ച റബ്ബേ, നീ അവർക്കെല്ലാം റാഹത്ത് നൽകണേ റഹ്മാനെ, സമാധാനം നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. അനാഥ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ വീട് വെച്ചു കൊടുക്കുമ്പോൾ അല്ലാഹുവേ, അതിലേക്കൊക്കെ സഹായങ്ങളും സഹകരണങ്ങളും തന്ന എത്രയോ എത്രയോ ഉമ്മമാരും അമ്മമാരും ഉപ്പമാരും അച്ഛന്മാരും എല്ലാവർക്കും നീ സന്തോഷം കൊടുക്കണേ, എല്ലാവർക്കും നീ റാഹത്ത് നൽകണേ, എല്ലാവർക്കും നീ ഖൈറ് നൽകണേ അല്ലാ. പടച്ചവനെ, പടച്ചവനെ, ഈ പുണ്യമായ റമദാൻ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളെ കൂട്ടത്തിൽ മക്കളില്ലാത്തവർക്ക് നീ മക്കളെ തരണമല്ലാ. ഒരു ദിവസം പോലും ഒഴിവില്ലാതെ റമദാനിലാവും മറവിന്നിലാവും കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹുവേ ആഫിയത്തോടെ ദീർഘായുസ്സു നീ നൽകണേ അല്ലാ. അല്ലാ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. കാസർഗോഡ് താഹിറ ഉമ്മ കാലുവേദന മാറാൻ ദുആരിക്കണം. അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ, അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. മോനെ മൻസൂർ, അവരും ഫാമിലിയും ഇപ്പൊ വിദേശത്താണ്. അല്ലാഹുവേ, അവർക്കെല്ലാം നീ ബർക്കത്ത് നൽകണേ, മുറാദിനി ഹാസിലാക്കണം അല്ലാ. ഇന്നലെ സ്വലാത്തുകൾ ആകെ എണ്ണം കൂട്ടിയപ്പോൾ അതിലൊരു ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ ഫസ്റ്റ് സെക്കൻഡിൽ ഒരു തിരുത്തുണ്ട്. സുഹറാബി ഊരകാണ് 6,61,650 സ്വലാത്ത് എഴുതിയിട്ടുള്ളത്. അപ്പൊ അവരാണ് ഫസ്റ്റ് കേട്ടോ. ഊരകം ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ നിന്ന് തിരിച്ചു പിടിച്ചു. രണ്ടാം സ്ഥാനം നമ്മുടെ പ്രിയപ്പെട്ട തൃശ്ശൂർ ജില്ലയിലെ ആ പ്രിയപ്പെട്ട സ്വലാത്തിലെ സഹോദരിക്കാണ്. 6,61,000 സ്വലാത്തുണ്ട്. ഊരകത്തുള്ള പ്രിയപ്പെട്ട സുഹറാബി എന്ന സഹോദരി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. ഇനി അവർക്കൊക്കെ നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട്, നമ്മൾ കൊടുക്കും. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ, ഞാൻ വാഴ്ന്ന് നിർത്തുകയാണ്. അപ്പോ ഉമ്മാനെയും ബാപ്പാനെയും പൊരുത്തം കിട്ടിയ ആളുകൾക്ക് അള്ളാഹു നൽകുന്ന 3 സമ്മാനം വിശദീകരിച്ച് നമുക്ക് പിന്നെ പറയാം. ഇപ്പൊ ചുരുക്കിയിട്ട് ഞാൻ പറയട്ടെ. ഒന്നാമത്തെ എന്താ? ഖബറിൽ അല്ലാഹു വലിയ നേരം പോക്കാക്കി തരും. ഖബറിൽ അല്ലാഹു നമുക്ക് നല്ല നേരം പോക്കാക്കി തരും. രണ്ടാമത്തത് എന്താ? വഫിൽ ഹശ്ർ റഹീമ, പരലോകത്ത് വെച്ചിട്ട് അല്ലാഹു നമുക്ക് നല്ല കരുണ ചെയ്യും. കുഞ്ഞിപ്പാത്തോ അടങ്ങിന്ന, പരലോകത്ത് വെച്ചിട്ട് അള്ളാഹു നമുക്ക് നല്ല കരുണ ചെയ്യും, നല്ലതുപോലെ പടച്ചോ നമുക്ക് കരുണ ചെയ്യും. രണ്ടാമത്തത്. പിന്നെയോ മൂന്നാമത്തതോ ഖലീല, സുറാത്ത് മാല വിട്ടുകിടക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റക്കാവൂല, സിറാത്ത് മാല വിട്ടുകിടക്കുന്ന സമയത്ത് നമുക്ക് അള്ളാഹു മലക്കുകളുടെ സഹായം തരും. അതാർക്കാണ്? ഈ 3 ഭാഗ്യങ്ങള് ആർക്കാ പ്രിയപ്പെട്ടവരെ? ഉമ്മാനും ബാപ്പാനും പൊരുത്തം കിട്ടിയവർക്കാണ്. അള്ളാഹു നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ, അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ, അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. കൂടെ പടച്ചവനെ ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. ഉമ്മാന്റെ കൂടെ ബാപ്പാന്റെ കൂടെ ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. സ്വർഗത്തിൻ വാതിൽ തുറക്ക
മറക്കാൻ കാരണം പൊന്നുമ്മ. നാളെ ബദർ ചരിത്രം ഇൻഷാ അല്ലാഹ് മറക്കണ്ട. അസ്ഹാബുൽ ബദറിന്റെ ചരിത്രം നാളത്തെ മജ്ലിസിൽ നിങ്ങൾക്ക് കേൾക്കാം. ബദർ ചരിത്രം മറക്കരുത്. നാളെ ദുഹ്ർ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇൻഷാ അല്ലാഹ് ആരംഭിക്കുമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താണ്. നാളെ ബദർ ചരിത്രം എല്ലാവരും കേൾക്കണം. സ്വർഗീയവാസം ലഭിക്കാൻ കാരണം എന്നുമ്മ. തീരാത്ത സ്നേഹത്തിൽ വാത്സല്യമാണ് പൊന്നുമ്മ. തോരാത്ത കണ്ണീനാൽ പോറ്റി വളർത്തിയ പൊന്നുമ്മ. 10 മാസക്കാലം ഉദരത്തിൽ കൊണ്ട് നടന്നുമ്മ. വേദനയോടെ ജന്മം തന്നില്ലേ നമ്മുടെ പൊന്നുമ്മ. തീരാക്കടപ്പാടും ബാക്കിയാം നമ്മിൽ ഉമ്മാക്ക്. മാതാപിതാക്കളിൽ നന്മ ചെയ്യണേ ഉമ്മത്തേ. അല്ലാഹുവിൻ കാരുണ്യം പൊന്മഴയായി നമ്മിൽ വർഷിക്കാൻ. ഉമ്മ ബാപ്പ പുഞ്ചിരി കാണണോ എല്ലാ സ്നേഹിതരെ. അല്ലാഹുവിൻ കാരുണ്യം എന്നും നമ്മളിൽ വർഷിക്കാൻ. ഉമ്മ ബാപ്പ പുഞ്ചിരി നൽകണോ എല്ലാ സോദരനെ. അല്ലാഹു നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. ഉമ്മാന്റെ ഉപ്പാന്റെ പേരിലെ അനാഥ മക്കൾക്ക് നൽകുന്ന സ്നേഹ വീട്ടിലേക്ക് സഹായങ്ങളും നേർച്ചകളും നൽകിയ ഈ പ്രിയപ്പെട്ട അറിവിന്ദിലാമ കുടുംബങ്ങള് പടച്ച റബ്ബേ അർഹമായ പ്രതിഫലം എല്ലാവർക്കും നീ നൽകണം അല്ലാഹ്. മരണപ്പെട്ടു പോയ ഞങ്ങളെ മാതാപിതാക്കളെ ഖബറിനെ വിശാലമാക്കണം അല്ലാഹ്. സ്വർഗം നൽകണേ അല്ലാഹ്. പടച്ചവനെ ആരെല്ലാം ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ടോ അല്ലാഹുവേ, ഈ മജ്ലിസിൽ ഇരുന്ന് ഞങ്ങളെ ചോദിക്കുകയാണ് റബ്ബേ. പടച്ചവനെ ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ഞങ്ങളെ പ്രിയപ്പെട്ട ബാപ്പാക്ക് ആരോഗ്യത്തോടെ ആഫിയത്തോടെ ദീർഘായുസ്സുനി നൽകണേ റഹ്മാനേ. അല്ലാ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ ഉമ്മ ബാപ്പ അവരെ രോഗങ്ങളൊക്കെ നീ മാറ്റണേ അല്ലാ. അവരെ അസുഖങ്ങളെല്ലാം സുഖപ്പെടുത്തണേ അല്ലാ. അവരെ വിഷമങ്ങളെല്ലാം നീ സലാമത്താക്കണേ അല്ലാ. പടച്ച റബ്ബേ ഞങ്ങളെ കൂട്ടത്തില് പലവിധ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, പലവിധ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. അല്ലാ, നീ അവർക്കെല്ലാം രോഗങ്ങളെല്ലാം കാമിലായ ശിഫയാക്കണേ റഹ്മാനേ. കാമിലായ ശിഫയാക്കണേ റഹ്മാനേ. കാമിലായ ശിഫയാക്കണേ റഹ്മാനേ. ഞങ്ങളുടെ രോഗങ്ങളെല്ലാം മാറ്റണേ അല്ലാ.
ഹോസ്പിറ്റലിൽ കിടന്ന് രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവനുണ്ട്. അല്ലാഹുവേ നീ അവർക്ക് ശിഫ നൽകണേ റഹ്മാനെ, നീ അവർക്ക് ശിഫ നൽകണേ റഹ്മാനെ, നീ അവർക്ക് ശിഫ നൽകണേ അല്ലാ. ഉമ്മയില്ലാത്ത റമദാൻ എന്ന വിഷയം ഞങ്ങൾ കേൾക്കുമ്പോ, ഉമ്മയില്ലാത്ത റമദാൻ എന്ന വിഷയം ഞങ്ങൾ കേൾക്കുമ്പോ പടച്ച റബ്ബേ അല്ലാഹുവേ, ആ ഉമ്മ കഴിഞ്ഞ റമദാനിൽ ഞങ്ങളെ കൂടെയുണ്ടായിരുന്നു. ആ ബാപ്പ കഴിഞ്ഞ റമദാനിൽ ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്നു. ഇന്ന് അവരെ ഖബറിലാണ്, ഇന്ന് അവരെ ഖബറിലാണ്. റഹ്മാനെ അവരെ ഖബറുകൾ നീ വിശാലമാക്കണേ റഹ്മാനെ, സ്വർഗം നൽകണേ അല്ലാ. ഞങ്ങളെ വീട്ടിൽ നീ സന്തോഷം നൽകണേ അല്ലാ. ഞങ്ങളെ പ്രവാസികൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ പ്രവാസികൾക്ക് നീ ഐശ്വര്യം നൽകണേ അല്ലാ. ഞങ്ങളെ പ്രവാസികൾക്ക് നീ സന്തോഷം നൽകണേ അല്ലാ. ഞങ്ങളെ പ്രവാസികൾക്ക് നീ ഖൈറ് നൽകണേ അല്ലാ. ഞങ്ങളെ പ്രവാസികൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ പ്രവാസികൾക്ക് നീ റാഹത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ പ്രവാസികൾക്ക് നീ സന്തോഷം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഉമ്മാക്കും ഉപ്പാക്കും ദീർഘായുസ് കിട്ടാൻ ദുആ ചെയ്യണോ. അജ്മാനിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നൗഫൽക, പടച്ച റബ്ബേ അവരെ ഉമ്മാക്കും ബാപ്പാക്കും ആഫിയത്തോടെ ദീർഘായുസ് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളെ മരിച്ചുപോയ ഞങ്ങളെ മാതാപിതാക്കള് ഖബർ സ്വർഗമാക്കണേ അല്ലാ. മഅറൂഫ് മമ്പാട് കുട്ടികളില്ലാതിരുന്നു. അവിടെ അറബിന്ദില ഓഫീസിൽ വന്നവനാണ് ഉസ്താദേ, ഇപ്പൊ പോസിറ്റീവാണ്, ഒരു ചാക്കരി കൊണ്ടുവന്നിട്ടുള്ള മാഷാ അല്ലാഹ്. റബ്ബേ ആ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ റഹ്മാനേ, നീ അത് നിലനിർത്തി കൊടുക്കണേ അല്ലാ, നിലനിർത്തി കൊടുക്കണേ അല്ലാ, നിലനിർത്തി കൊടുക്കണേ അല്ലാ. അങ്ങനെ ഞങ്ങളോട് ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഒരുപാട് ആളുകൾ കൊട്ടോപാടത്തെ ചെറിയ കയണക്കം ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരെ, തൃശ്ശൂർ ജില്ലയിലെ കിഴിപ്പള്ളിക്കര ഹൈദ്രോസ് മുസ്ലിയാരെ ഭാര്യ മറിയമ്മ മരണപ്പെട്ട ആടിന്റെ സമയമാണ്. അല്ലാഹുവേ അങ്ങനെ പലരും മരിച്ചുപോയി. പരപ്പനങ്ങാടിയിലെ SOS കൊടപ്പള്ളം യൂണിറ്റ് സെക്രട്ടറി സോദന സജീവ വളണ്ടിയർ ആയിരുന്ന പുളിക്കലകത്തെ മുബാരിസ് എന്ന ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോയി. അല്ലാ, പരപ്പനങ്ങാടിയിൽ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഉസ്മാൻ കോയ ഹാജിക്കയുടെ പ്രിയപ്പെട്ട ഭാര്യ മരിച്ചുപോയി. അവരൊക്കെ അറിവിന്നില്ലാമ കേൾക്കുന്നവരാ. സ്വർഗം കൊടുക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ. ഖബർ വിശാലമാക്കണേ അല്ലാ. ഉമ്മാക്കും ഉപ്പാക്കും ആഫിയത്തോടെ ദീർഘായുസ് ഉണ്ടാവാതുമായിരിക്കണം. ഷഹല മടവൂര് റബ്ബേ നീ ദീർഘായുസ് കൊടുക്കണേ, ആഫിയത്ത് കൊടുക്കണേ. ഉസ്താദിനോട് ദുആരിക്കണേ. ഒരുപാട് ആളുകൾ ദുആരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇത്തിരി കുട്ടി ഉമ്മ ചേളാരിയിൽ നിന്ന് ആ ഉമ്മാക്കല്ല ആഫിയത്ത് കൊടുക്കട്ടെ, അസുഖങ്ങളല്ല മാറ്റട്ടെ, മുറാദല്ല ഹസിലാക്കട്ടെ, കുടുംബത്തിലെ വിഷമങ്ങളൊക്കെ അല്ല മാറ്റി കൊടുക്കട്ടെ, മക്കളെ കടങ്ങളൊക്കെ റബ്ബ് വീട്ടി കൊടുക്കട്ടെ, മക്കൾക്കല്ല ബർക്കത്ത് ചെയ്യട്ടെ. അവരുടെ മോന് ഷാഫിയുടെ മോള് അസുഖമാണ് റബ്ബേ, ഒരു ടെസ്റ്റ് വരുന്നുണ്ട്, ആ പൊന്നുമോള് അസുഖം ഈ റമദാന്റെ ബർക്കത്ത് കൊണ്ട് ശിഫയാക്കണേ, ടെസ്റ്റുകൾ റാഹത്താക്കണേ, നീ ശിഫയാക്കണേ അല്ലാ, നീ ശിഫയാക്കണേ അല്ലാ, നീ ശിഫയാക്കണേ അല്ലാ. അവർ യതീമക്കൾക്ക് നേർച്ച നൽകിയതിനെ കബൂലാക്കണേ അല്ലാ. കടങ്ങളെ വീട്ടണേ അല്ലാ. മക്കളെ ടാക്സിയിൽ ബർക്കത്ത് നൽകണേ അല്ലാ. മറ്റൊരു സഹോദരി ഉംറക്ക് പോവാണ്, അല്ലാഹു റാഹത്തിലാക്കട്ടെ. ബാസിമ എന്ന സഹോദരി മക്കളില്ല, ടെസ്റ്റ് റാഹത്താക്കണേ, മക്കളെ കൊടുക്കണേ അല്ലാ, നീ നൽകണേ അല്ലാ. മർക്കസിലെ മുദ്രിസായിരുന്ന KK മുഹമ്മദ് മുസ്ലിയാർ കരുവമ്പോയില്
അല്ലാഹു ഉസ്താദ് വഫാത്തായി റബ്ബേ പരിശുദ്ധ റമളാന ബർക്കത്ത് കൊണ്ട് ഉസ്താദിന്റെ ഖബറിനെ സ്വർഗ്ഗത്തിന്റെ പൂന്തോപ്പാക്കണേ റഹ്മാനേ. നീ വിശാലമാക്കണേ അല്ലാ, നീ സ്വർഗ്ഗം നൽകണേ അല്ലാ. മുർഷിദ എന്ന സഹോദരി കൗണ്ട് കുറഞ്ഞ് വളരെ വിഷമത്തിലെ ഹോസ്പിറ്റലിലാണുള്ളത്. റബ്ബേ ആ സഹോദരിക്ക് പെട്ടെന്ന് ശിഫ കൊടുക്കണേ നാദാ, ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ. പടച്ചവനെ പടച്ചവനെ ബദരീങ്ങളുടെ ആണ്ടാണ്, ബദരീങ്ങളുടെ നേർച്ചയാണ് നാളെ വരുന്നത്. അല്ലാ അല്ലാ ബദരീങ്ങളെ കാവല് ഞങ്ങൾക്ക് തരണേ, ബദരീങ്ങളെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ, ബദരീങ്ങളുടെ സന്തോഷം ഞങ്ങൾക്ക് തരണേ. ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് റബ്ബേ നീ ഞങ്ങൾക്ക് എല്ലാ വിഷമങ്ങളും മാറ്റി റബ്ബേ. എന്റെ വൈഫിന്റെ ഉമ്മ ഹോസ്പിറ്റലിലാണ്, അല്ലാഹു ശിഫ നൽകട്ടെ. റഊഫ് റബ്ബേ നീ ശിഫ നൽകണേ അല്ലാ. പടച്ചവനെ അങ്ങനെ പലരും ഞങ്ങളോട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, പലരും ഞങ്ങളോട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, പലരും ഞങ്ങളോട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കൊടപ്പള്ളി യൂണിറ്റ് SYS-ന്റെ സെക്രട്ടറി മുബാരിസ് മരണപ്പെട്ടു പോയി. അല്ലാഹുവേ നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. അങ്ങനെ ആരൊക്കെ ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയോ അവരുടെ എല്ലാവരുടെ ഖബറുകളും സ്വർഗ്ഗത്തിന്റെ പൂന്തോപ്പാക്കി വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. എന്റെ ഭർത്താവിന്റെ പിണക്കം മാറി റമളാനിലാവിന്റെ മജ്ലിസിൽ ഇരുന്ന ബർക്കത്ത് കൊണ്ട് സന്തോഷത്തിലാവാൻ ദുആർക്കണേ. പ്രിയപ്പെട്ട ഉമ്മയുടെ കണ്ണിലെ പുണ്ണാണ് അൽഹംദുലില്ലാഹ് ഇപ്പൊ കുറവുണ്ട്, താഴെ ഒരു കുരുവുണ്ട്, അത് മാറാതുമായിരിക്കണം. അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. ഉമ്മയില്ലാത്ത റമളാൻ എന്ന വിഷയം കേട്ട ഈ മുഴുവൻ സഹോദര സഹോദരിമാർക്കും റബ്ബാകുന്നനെ ആഫിയത്തോടെ ദീർഘായുസ്സിനെ കൊടുക്കണം അല്ലാഹ്. പടച്ചവനെ നാളെ ഞങ്ങൾ ആരുമില്ലാത്ത ഖബറിൽ ഒറ്റക്ക് കിടക്കുമ്പോ ഞങ്ങളെ ഖബറിലേക്ക് ഈ മജ്ലിസിന്റെ പ്രതിഫലം എത്തിച്ചു തരണമല്ലാ. ഞങ്ങളെ ഖബറിലേക്ക് ഈ മജ്ലിസിന്റെ പ്രതിഫലം എത്തിച്ചു തരണമല്ലാ. ഞങ്ങളെ ഖബറിലേക്ക് ഈ മജ്ലിസിന്റെ പ്രതിഫലം എത്തിച്ചു തരണമല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.